നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോവിഡ് സമയത്ത് ജനം പുറത്തിറങ്ങാൻ പറ്റാതെ വീടിനുള്ളിൽ ഒതുങ്ങിയപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം സ്വകാര്യ കമ്പനികളെ സഹായിക്കലായിരുന്നു. മുൻപ് പ്രതിപക്ഷം ഉയർത്തിയ കണക്കുകൾ ശരിവെക്കുന്ന CAG റിപ്പോർട്ട് വന്നതോടെ കടുംവെട്ടിന്റെ തെളിവുകൾ തള്ളാനാവാതെ സർക്കാർ. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ തീരുമാനങ്ങൾ, ഗുണനിലവാരം തുടങ്ങിയ ന്യായങ്ങൾ ഇനി വിലപ്പോവില്ല. PPE കിറ്റിന് സർക്കാർ നിശ്ചയിച്ച വിലയ്ക്ക് തൊട്ടടുത്ത് കോട്ട് ചെയ്ത കമ്പനികളെ തഴഞ്ഞ് 300% വരെ വിലയിട്ട കമ്പനികളിൽ നിന്ന്, അതും പുതിയ കമ്പനിയിൽ നിന്ന് പോലും PPE കിറ്റ് വാങ്ങിയത് മരണവീട്ടിലെ പോക്കറ്റടിയല്ലാതെ പിന്നെന്താണ്? മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയും അന്ന് കയ്യടി വാങ്ങിയ KK ശൈലജയുമാണ്. BJP CAGക്ക് എഴുതിക്കൊടുത്ത റിപ്പോർട്ട് എന്നോ കോവിഡിനെ പിടിച്ചു നിർത്തിയതിന് അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയെന്ന മറുപടിയോ അല്ല വേണ്ടത്, വ്യക്തമായ വിശദീകരണമാണ്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കോവിഡിലും നടന്നത് കടുംവെട്ടും. പ്രൈം ഡിബേറ്റിൽ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഡോക്ടർ B ജയരാജ്, ശ്രീ MK ഹരിദാസ്, ശ്രീ വസന്ത് തെങ്ങുംപള്ളി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ഡോക്ടർ B ജയരാജ്, ഒരു വലിയ കൊള്ള തന്നെയാണ് നടന്നത്. പ്രതിപക്ഷം ആ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചതാണ്. പക്ഷെ അതൊരു രാഷ്ട്രീയ ആരോപണം എന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. അതുമാത്രമല്ല, ഈ കോവിഡ് സമയത്ത് അസാധാരണമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയും വന്നിട്ടുണ്ട്, അത് സമ്മതിക്കാവുന്നതുമാണ്. പക്ഷേ ഈ PPE കിറ്റ് വാങ്ങിയതിലെ ക്രമക്കേട് നോക്കുകയാണെങ്കിൽ 10 കോടി രൂപയുടെ നഷ്ടമാണ്, അധിക ചെലവാണ് ആ സമയത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇതിൽ പറയാൻ കഴിയില്ല. അന്ന് പറഞ്ഞ ന്യായങ്ങൾ പൊള്ളയാണെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. മഞ്ജുഷ്, ഇതിനകത്ത് നമ്മൾ ആദ്യമേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഹചര്യം ഒരു ഗ്ലോബൽ സാഹചര്യമാണ്. ആ സമയത്ത് ഒരു ഗ്ലോബൽ പാൻഡമിക് എന്നുള്ള വാക്ക് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കേൾക്കാത്തതാണ്. ആദ്യമായിട്ട് കേൾക്കുന്നത് കോവിഡിന്റെ കാര്യത്താണ്. എന്ത് ചെയ്യുമെന്നൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ കോവിഡിന്റെ മുന്നണി പോരാളിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ പല ആളുകളും എന്നോട് പറഞ്ഞത്, ഒരു PPE കിറ്റ് രാവിലെ എടുത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ചീത്തയായി പോകും, പിന്നീട് വേറെ PPE കിറ്റ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ PPE കിറ്റിന്റെ ലഭ്യത കുറവ് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെയൊക്കെ PPE കിറ്റ് ഊരാതെ വർക്ക് ചെയ്ത ഡോക്ടർമാരെ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പോൾ ഗ്ലോബലി ഷോർട്ടേജാണ് PPE, അതായത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് കിറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ലോകം മുഴുവൻ ഷോർട്ടേജ് ആയിരിക്കുന്ന സമയത്താണ് ഒരു കമ്പനി പ്രോമിസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന വില 80 ലക്ഷം കോവിഡ് രോഗികൾ ഉണ്ടാവുമെന്നാണ് പ്രൊജക്റ്റഡ് ആ സമയത്തെ കണക്ക്. ആ കണക്കിനനുസരിച്ച് നമ്മൾ പ്രൊക്യൂർമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സൺ ഫാർമ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് 15,000 PPE കിറ്റുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ കമ്പനി 22 ദിവസം കഴിഞ്ഞിട്ടും ഇത് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സൺ ഫാർമയ്ക്ക് കൊടുത്തിട്ട് തന്നെ 22 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത്രയധികം കിറ്റുകൾ കിട്ടിയത്. അന്നേരത്തെ സാഹചര്യത്തിന് നമ്മൾ വിലയിരുത്തുക. അന്നേരം ലാഭനഷ്ടങ്ങളല്ല നോക്കുന്നത്, നമ്മൾ നോക്കേണ്ടുന്ന മനുഷ്യജീവനാണ്. കർണാടകയിലൂടെ ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയപ്പം ബസ് സ്റ്റാൻഡിലൊക്കെ ആളുകൾ മരിച്ചു കിടക്കുന്നു, എടുക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഞാൻ കണ്ടതാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വഴിനീളെ ഇങ്ങനെ അംഗപ്പുണം കിടപ്പപ്പോൾ ആ വഴി പോകാതെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാഹചര്യം ഞാൻ കണ്ടു. എന്തായാലും കേരളത്തിൽ ഭാഗ്യത്തിന് അതുണ്ടായില്ല. കാര്യം എല്ലാം സമ്മതിക്കുകയാണ്. ആ സമയത്ത് അസാധാരണമായ ഒരു സാഹചര്യമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അതിനുശേഷമാണ് ആ സമയത്ത് ഒന്നുകിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി, അതല്ലെങ്കിൽ മനഃപൂർവ്വമായി ചില കമ്പനികളെ സഹായിക്കുവാനുള്ള വ്യഗ്രതയുണ്ടായി. അത് മനസ്സിലാക്കുന്ന രീതിയിലാണ് കണക്കുകൾ വരുന്നത്. ഡോക്ടർ B ജയരാജ്, അസാധാരണമായ സാഹചര്യമായിരുന്നു എങ്കിൽ കൂടെയും അതിനൊരു പരിധിയുണ്ടല്ലോ ഈ പർച്ചേസിന്റെ കാര്യമൊക്കെ വരുമ്പോൾ. അതാണ് CAG കണ്ടെത്തിയിരിക്കുന്നത്. CAG കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യം പുറത്തു വന്നതാണ്. പക്ഷേ അന്നും ഈ അസാധാരണ സാഹചര്യവും ഗുണനിലവാരവും ഒക്കെയാണ് അതിന് വിശദീകരണമായി പറഞ്ഞിരുന്നത്. പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കുകയാണ്. താങ്കൾ പറയുന്ന ഈ സാൻ ഫാർമ എന്ന കമ്പനി തന്നെ ഈ PPE കിറ്റ് നിർമ്മാണത്തിൽ പുതിയൊരു കമ്പനിയായിരുന്നു. അവരിൽ നിന്ന് 1550 രൂപയ്ക്കാണ് ഒരു കിറ്റ് വാങ്ങിയത്. അതേ സമയത്ത് തന്നെ 4 കമ്പനികൾ ഉണ്ടായിരുന്നു, അവർ നൽകുവാൻ തയ്യാറുമായിരുന്നു. അതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ അന്ന് അവരയച്ച കത്ത് പോലും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അനിത ടെക്സ്കോട്ട് എന്നുള്ള കമ്പനി അന്ന് തയ്യാറായിരുന്നു നൽകുന്നതിന് വേണ്ടി. അതും സർക്കാർ അന്ന് തീരുമാനിച്ചിരുന്നത് 545 രൂപ എന്നുള്ളതായിരുന്നു. അതിനും ചെറിയൊരു വ്യത്യാസത്തിന് 550 രൂപയ്ക്ക് തയ്യാറായിരുന്നു ആ കമ്പനി. അതുപോലും തള്ളിക്കൊണ്ടാണ് ഈ പറയുന്ന 1550 രൂപ വരെ. അതുമല്ല, 800, 830, 1295, 1550,
1185, 1550 ഇങ്ങനെയാണ് 5 കമ്പനിയിൽ നിന്ന്. ഓരോ കമ്പനികളുടെയും വിലയാണ് ഞാനിവിടെ പറഞ്ഞത് ഒരു PPE കിറ്റിന്. ഇങ്ങനെയാണ് വാങ്ങിയിരിക്കുന്നത് 2020 മാർച്ച് മുതൽ 2020 മെയ് വരെ. അതായത് കോവിഡിന്റെ തുടക്ക സമയത്തെ കാര്യമാണ് ഇത്. പക്ഷേ അതേ സമയത്ത് തന്നെ 4 കമ്പനികൾ, ഒരു കമ്പനി 425 രൂപ മുതൽ 445 രൂപ വരേക്ക് തരാൻ തയ്യാറുണ്ടായിരുന്നു. മറ്റൊരു കമ്പനി 475 രൂപയ്ക്ക്, പിന്നെ ഒരു കമ്പനി 550 രൂപയ്ക്ക്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അനിത ടെക്സ്കോട്ട് എന്നുള്ള കമ്പനി. പിന്നെ മറ്റൊരു കമ്പനി 450 രൂപയ്ക്ക് തരാനും തയ്യാറുണ്ടായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്. അപ്പോൾ അതൊരു ഒന്നുകിൽ വീഴ്ച, അതല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഈ കമ്പനികളെ സഹായിക്കാനാണ് എന്നതിൽ അപ്പുറം എന്ത് ആണ് അതിനകത്ത് പറയുവാനുള്ളത്? എന്ത് വിശദീകരണം നൽകിയാൽ പോലും, ഗുണനിലവാരത്തിൻ്റെ കാര്യം പറയുവാനാണെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. പുതിയ കമ്പനിയിൽ നിന്നാണ് ഇങ്ങനെ വാങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടിയ വിലയ്ക്ക്. ഇപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നോക്കണം മഞ്ജുഷ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യ വാക്സിൻ ഡെവലപ്പ് ചെയ്തപ്പോൾ 350 രൂപയാണ് അതിൻ്റെ നിജപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ വാക്സിൻ ഞാൻ പ്രൈവറ്റായിട്ടാണ് എടുത്തത്. 1800-ഉം 1900 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ഈ വാക്സിനേഷൻ എടുത്തത്. ആ വാക്സിനേഷൻ എടുക്കാനുണ്ടായ സാഹചര്യം അത് വാക്സിൻ്റെ കേസാണ്. പക്ഷേ ആരും അന്ന് പരാതി പറഞ്ഞില്ല. നമുക്ക് സാധനം കിട്ടിയാൽ മതി, എങ്ങനെ ആയാലും ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. നമുക്ക് രോഗം, പ്രത്യേകിച്ച് ഞാൻ കുട്ടികളോട് ഇടപെട്ട് എപ്പോഴും നിൽക്കുന്ന പരീക്ഷ നടത്തുകയും പരീക്ഷ നടത്തിപ്പോയിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന് സബ്സിഡിയുടെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ സർക്കാർ മനഃപൂർവ്വം ഒന്നുകിൽ ഈ കമ്പനികളെ സഹായിക്കുവാനായിട്ട് കൂട്ടുനിന്നു എന്നുള്ള ആരോപണമാണ് ശ്രീ ഡോക്ടർ ബി ജയരാജ് വരുന്നത്. അതുകൊണ്ടാണ് ഈ അധിക ചെലവിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. സർക്കാർ ഒരു ചാർജുമില്ലാതെ ഇതിനകത്ത് കേന്ദ്ര സർക്കാർ ഇത് ഇങ്ങനെ ഒരു വാക്സിനേഷൻ കണ്ടെത്തിയാൽ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ജനങ്ങൾക്ക് മുഴുവൻ ഇത് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ കൊടുക്കേണ്ടതാണ്. ആ ഫ്രീ വാക്സിനേഷൻ കൊടുക്കേണ്ടതിന് പകരമാണ് ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിന്നൊക്കെ പൈസ വാങ്ങിയിട്ടാണ് ആദ്യത്തെ വാക്സിനേഷൻ കൊടുത്തത്. അങ്ങനെ രണ്ടാമത്തെ വാക്സിനേഷനും മൂന്നാമത്തെ വാക്സിനേഷനും എല്ലാ ആളുകൾക്കൊന്നും എത്തിയതൊന്നുമില്ല. ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു ക്രമക്കേട് ഇതിന് ന്യായീകരണമില്ല. കോവിഡിന്റെ തുടക്ക സമയത്താണ്. അപ്പൊ ആ സമയത്ത് കടുംപെട്ട് നടത്തുവാനുള്ള ലാഭമെടുപ്പിന് ശ്രമിച്ചോ, കമ്പനികളെ സഹായിച്ചോ എന്നുള്ളതാണ്. കോവിഡ് ഇത്രയും ഭയാനകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുമെന്ന് പോലും അന്ന് കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നില്ല. തുടക്ക സമയത്താണ് 2020 മാർച്ച് 28 മുതൽ 30 വരെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആ ക്രമക്കേട് നടന്നത്. കാരണം ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കോട്ട് ചെയ്ത കമ്പനിയെ പോലും തള്ളിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിലയ്ക്ക് 1550, അതായത് 550 നിന്ന് നേരെ 1550 പോവുകയാണ്. അതായത് 300%, 3 ഇരട്ടി കൂടുതൽ വില നൽകുകയാണ്. ശ്രീ MK ഹരിദാസ്, ഇവിടെ ഡോക്ടർ ബി ജയരാജ് പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടോ? താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആ സമയത്ത് അസാധാരണമായ ഒരു സാഹചര്യമായിരുന്നല്ലോ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞോട്ടെ. മഞ്ജുഷ, ഒരു കാര്യം കൂടെ ജയരാജ് പറഞ്ഞോളൂ, എന്താണ് കാര്യം? ഇതിനകത്ത് ഒരു കാര്യം, ഹരിദാസ് സാറെ, ഒറ്റ പോയിന്റ് കൂടെ. ഇതിനകത്ത് നമ്മൾ ഇതെന്ന് പറയുന്നത് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മളിത് ഈ ഒരു കിറ്റ് പ്രൊക്വയർ ചെയ്തത്. ഒരു ഫോർ റണ്ണേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ യുദ്ധമുഖത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ PPE കിറ്റ്. അന്നേരം നമ്മൾ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാഭനഷ്ടങ്ങളുടെ ഒരു യുദ്ധസമാനമായ സിറ്റുവേഷൻ എങ്ങനെയാണ് നമുക്ക്, അതല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ മിനിറ്റ്സ് ഉണ്ടല്ലോ ഇവിടെ, എങ്ങനെയാണ് ആ തീരുമാനത്തിൽ എത്തിച്ചേർന്നത്? കൂട്ടായ തീരുമാനമാണോ, ഒരു വ്യക്തിയുടെ തീരുമാനമാണോ, ഡോക്ടർമാരുടെ തീരുമാനമാണോ? ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് പരിശോധിക്കാനുള്ള സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയല്ല മുഴുവൻ ആളുകളുടെ തീരുമാനമാണ്. ശ്രീ ജയരാജ് ഇവിടെ പറഞ്ഞിട്ടുള്ള വാദമുഖങ്ങൾക്കുള്ള മറുപടി ഇപ്പൊ താങ്കൾ അവസാനം പറഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ശൈലജയ്ക്ക് പറയേണ്ടി വന്നു, ഞാനല്ലാതെ ചെയ്തിരിക്കുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ഞാനത് ഈ വിലയ്ക്ക് വാങ്ങിയത് എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ഈ അഴിമതി ഇത്തരത്തിലുള്ള 550 രൂപയുടെ PPE കിറ്റ് 2500 രൂപയ്ക്കും 1550 രൂപയ്ക്കും വാങ്ങി എന്നുള്ള വിവരം പുറത്തു വന്നതിന് ശേഷമുള്ള വിവരാവകാശ അപേക്ഷകൾക്ക് ഒന്നും തന്നെ മറുപടി തരാൻ തയ്യാറായിട്ടില്ല. എല്ലാം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളിലും മണിക്കൂറിന് 10 രൂപ അടച്ചിട്ട് എടുക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ, ശ്രീ ജയരാജ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു, അതായത് ആരോഗ്യ വകുപ്പിൻ്റെ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങുകൾ പരിശോധിക്കാൻ
വിവരാവകാശ നിയമപ്രകാരം ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. ആരോഗ്യവകുപ്പിൻ്റെ PPE കിറ്റുമായി ബന്ധപ്പെട്ട പർച്ചേസ് ഓർഡറിൻ്റെ കോപ്പിയും അതുമാതിരി തന്നെ ആരോഗ്യവകുപ്പിൻ്റെ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങും വേണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അത് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ട് ഓഫീസിൽ വന്നിട്ട് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ശ്രീ ജയരാജ് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, താങ്കളിപ്പോൾ ഇവിടെ ചോദിച്ച അരി എത്ര എന്ന് ചോദിച്ചതിന് പയറഞ്ഞാഴി എന്നുള്ള മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ പറയുന്ന ഒരു ജയരാജിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിലൊട്ട് സ്ഥാനവുമില്ല. കാരണം ചെയ്യുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ന്യായീകരിക്കാൻ ബാധ്യസ്ഥതയുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, കത്തുന്ന പുരയ്ക്ക് ഊരണ കഴുക്കൂല് ലാഭം എന്നുള്ളൊരു ചൊല്ലും പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളൊരു ചൊല്ലും താങ്കൾ പറഞ്ഞ ഈ പാൻഡമിക് സിറ്റുവേഷനെ കൃത്യമായിട്ട് ചൂഷണം ചെയ്തിട്ട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തയ്യാറായി എന്നാണ് സാധാരണക്കാർ കരുതുന്നതെങ്കിൽ അവരെ അതിന് തെറ്റു പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാരണം എന്താ, 550 രൂപയ്ക്ക് ഈ PPE കിറ്റ് ഓർഡർ ചെയ്തിട്ടുള്ള ടെൻഡർ ചെയ്തിട്ടുള്ള അനിത ടെക്സ്കോ എന്ന് പറയുന്ന കമ്പനിക്ക് 10,000 എണ്ണത്തിന് പർച്ചേസ് ഓർഡർ കൊടുത്തപ്പോൾ അവരെ അതിൻ്റെ ലഭ്യത കുറവാണ്, തരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും ഈ സർക്കാരിനെ അറിയിച്ചിട്ടില്ല. കാരണം അത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ എനിക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർ 10,000 എണ്ണം അവർ സപ്ലൈ ചെയ്തു. ആ 10,000 കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ വാങ്ങിക്കൂട്ടിയ ഇതിൻ്റെ കണക്കാണ് ഈ 3.57 കോടി രൂപയുടെ അഴിമതിയായിട്ട് ഇവിടെ രൂപം കൊണ്ടത് എന്ന് പറയുമ്പോൾ, AI ക്യാമറ സ്ഥാപിക്കുമ്പോഴും ശ്രീ ജയരാജ് താങ്കൾ പങ്കെടുത്ത ചർച്ചയിലൊക്കെ എന്താ പറഞ്ഞിരുന്നത്, ജനോപകാരപ്രദമായിട്ട് ജനങ്ങൾ വാഹന നിയമങ്ങൾ പാലിക്കുന്നു. 3.57 കോടി അല്ല ശ്രീ MK ഹരിദാസ്, 3.57 കോടി രൂപ ഒരൊറ്റ കമ്പനിയിൽ നിന്ന് വാങ്ങിയപ്പോഴുണ്ടായിരിക്കുന്ന അധിക ചെലവാണ്. ഇപ്പോൾ മെസ്സേജ് സാൻ ഫാർമയിൽ നിന്ന് മാത്രം 1.51, മറ്റൊരു കമ്പനിയിൽ നിന്ന് 0.06, മറ്റൊരു കമ്പനിയിൽ നിന്ന് 1.51, 1.88, 1.71, 3.57, അങ്ങനെ ആകെ 10,23 ലക്ഷം രൂപയുടെ അധിക ചെലവ് ഈ PPE കിറ്റുകളുടെ വാങ്ങലിൽ, അത് മാർച്ച് മുതൽ മെയ് വരെ 2020 സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ക്ഷമിക്കണം. കാരണം ജോലി തിരക്ക് മൂലം പകൽ എനിക്ക് മുഴുവൻ വാർത്തകളുടെ പിന്നാലെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ അവസാനം കേട്ടുന്ന വാർത്തയുടെ സമയത്ത് കേട്ടൊരു തുകയാണ് പറഞ്ഞത്. 10.5 കോടി രൂപയുടെ അഴിമതിയെ ന്യായീകരിക്കത്തക്ക തോതിലുള്ള ഒരു വിശദീകരണവും നൽകാൻ ഇപ്പോൾ ശ്രീ ജയരാജിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞതൊന്ന് അവസാനിപ്പിച്ചോട്ടെ മഞ്ജുഷേ. അപ്പോൾ വാഹന പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ AI ക്യാമറ സ്ഥാപിച്ചത്. ഒരു കരാർ കമ്പനി, ആ കരാർ കമ്പനിയിൽ നിന്ന് ഉപകരാർ, ആ ഉപകരാറിൽ നിന്ന് മറ്റൊരു കരാർ, ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള ആ അഴിമതി ചർച്ചയിലും ഇവരൊക്കെ പറഞ്ഞിരുന്നത് എന്താണ്, ഇത് ജനോപകാരപ്രദമാണ് എന്നാണ്. 1,75,000 പേർക്ക് ഈ AI ക്യാമറ കണ്ടുപിടിച്ച കുറ്റങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ ഈ കരാർ കമ്പനികളോ കെൽട്രോണിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, കരാറും ഉപകരാറുമായിട്ട് സർക്കാരിലേക്കും സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടികളിലേക്കും വരേണ്ട പണം കൃത്യമായിട്ട് എത്തുകയായിരുന്നു. അത് സ്ഥാപിക്കുക വഴി ലക്ഷ്യം വെച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അരിഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഇപ്പോഴത്തെ ബ്രൂവറിയെ പറ്റിയിട്ട് പറയുന്ന കെട്ടുകഥകൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണോ? 24 ഏക്കർ, ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കില്ല കേട്ടോ, 24 ഏക്കർ ഭൂമി ഈ കമ്പനി ഇവിടെ ആദ്യം ഒയാസിസ് വാങ്ങിയിടുന്നു, അത് കഴിഞ്ഞിട്ട് അവരൊരു അപേക്ഷ വയ്ക്കണു, അപ്പോൾ അത് സർക്കാർ ഏകജാലകം വഴി പാസ്സാക്കണു. നമുക്ക് ദഹിക്കാത്ത കാര്യമാണ്. അപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ എന്ത് പ്രശ്നങ്ങളായാലും അതിനെ കൃത്യമായി ന്യായീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പഴുതുകളുള്ളപ്പോൾ ഇവിടുത്തെ ദുർബലമായ പ്രതിപക്ഷമാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ഇത്തരം അഴിമതി നടത്താൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മഞ്ജുഷ അവസാനിപ്പിക്കാം. ദയവ് ചെയ്ത് എനിക്ക് 1 മിനിറ്റും കൂടി തരണം. ഒരു മുഖ്യമന്ത്രി കേണ് പറഞ്ഞു, സോളാർ വിഷയത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിനെ 1 രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഈ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ആവർത്തിച്ച് പറഞ്ഞത് ഈ ജയരാജ് കേട്ടിട്ടുണ്ടോ? അന്ന് ഞാനും ശ്രീ ജയരാജിൻ്റെ കൂടെയായിരുന്നു, ജയരാജിനെ പോലുള്ളവരെ ചിന്തിക്കുന്നവരുടെ കൂടെയായിരുന്നു. ആ വ്യക്തി പറഞ്ഞു 1 രൂപ ഈ ഖജനാവിന് നഷ്ടപ്പെട്ടിട്ടില്ല. 1,20,00,000 രൂപ കൊടുത്തിട്ട് പുറത്തുനിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് CBI അന്വേഷണം വേണ്ട എന്ന് പറയാനും 1,82,00,000 രൂപയ്ക്ക് ഒരു കമ്മീഷനും ഉണ്ടാക്കിയത് ഈ സോളാർ വിഷയത്തിലാണ് എന്ന് പറയുമ്പോൾ, അവർ പറയുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള അവസ്ഥ മുതലെടുത്തുകൊണ്ട് രാപ്പകൽ സമരം നടത്തിയും കൃത്യമായ മുതലെടുപ്പ് നടത്തിയും ഇടതുപക്ഷം ഭരണം തട്ടിപ്പറിച്ചെടുത്തൊരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് ഇതിന് കഴിവില്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടു നിന്നുകൊണ്ട് ഈ അഴിമതി ഞങ്ങൾ സ്വമേധയാ ഒന്ന് വിളിച്ചു പറയുക മാത്രമാണ് ഞങ്ങളുടെ ചുമതല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിയതിന്റെ കൂടുതലായിട്ട് ചെയ്യേണ്ടത് നിയമ പോരാട്ടവുമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ശ്രീ MK ഹരിദാസ്. ഇപ്പോൾ
ലോകായുക്തയിൽ ഇതേക്കുറിച്ചുള്ള കേസും നിലനിൽക്കുന്നുണ്ടല്ലോ. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, പ്രതിപക്ഷത്തിന് നേരെയും ഒരു നിയമ ആരോപണം പോരാട്ടം മുൻപോട്ട് പോയിട്ട് ഇത്തരം അഴിമതികളെ ഇല്ലാതാക്കാൻ സാധിക്കുമോ? ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി മറുപടി. ഇവിടെ ഈ നമ്മുടെ കരുവന്നൂർ സഹകരണ സംഘത്തിലെ ശ്രീ ഹരിദാസിനുള്ള മറുപടി, അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും സെൻസിറ്റീവ് ആയതുകൊണ്ട് പ്രതിപക്ഷത്തിന് കൂടെ ഒരു കൊട്ടു കൊടുത്തേക്കാം എന്നോർത്ത് പറയുന്നതേ ഉള്ളൂ. നോക്കൂ, ഈ വിഷയം ഏറ്റവും ആദ്യം ഉന്നയിച്ച ആളുടെ പേര് രമേശ് ചെന്നിത്തല എന്നാണ്. അത് ഈ കിറ്റ് വാങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു, അന്നത്തെ പ്രതിപക്ഷ നേതാവ്. ഇന്ന് സിയാൻഎജി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആളുടെ പേര് വി.ഡി. സതീശൻ എന്നാണ്. അദ്ദേഹവും ഇന്നത്തെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ്, KSU അടക്കം സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. നോക്കൂ, കോവിഡ് കള്ളി എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് എന്ത് പ്രശ്നങ്ങളായിരുന്നു ഞങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നത്. അതേ ശൈലജ ടീച്ചറെ വടകരയിൽ ഇവർ കാണിച്ച ഇതേ അഴിമതിയെ പറ്റി തുറന്നു പറഞ്ഞുകൊണ്ട് അവരൊരു സൈഡിൽ വർഗീയത പറഞ്ഞു പോയപ്പോ ഇവർ കോവിഡ് കാലത്ത് നടത്തിയ കൊള്ളയെ പറ്റി തുറന്നു പറഞ്ഞുകൊണ്ട് 1.5 ലക്ഷത്തോളം വോട്ടിന് തോൽപ്പിച്ച പാർട്ടിയുടെ പേരും പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് എന്ന് തന്നെയാണ് എന്ന് ശ്രീ M.K. ഹരിദാസ് മനസ്സിലാക്കിയാൽ മതി. അത് തന്നെയാണ് പ്രതിപക്ഷ ധർമ്മവും. ഞങ്ങൾ ശ്രീ മഞ്ജുഷ് പറഞ്ഞതുപോലെ നിയമപരമായി മുമ്പോട്ട് പോകും. ഇനി അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെ പ്രതിപക്ഷ ധർമ്മം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുമോ എന്ന് തൽക്കാലം ഞങ്ങൾക്ക് ഉത്തരമില്ല. ഇനി നോക്കൂ, ശ്രീ ഡോക്ടർ ജയരാജ് ആണല്ലോ ഈ വിഷയത്തിലെ ഇടത് സഹയാത്രികൻ. അദ്ദേഹത്തിന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞ യുദ്ധ സമാനമായ സാഹചര്യത്തിൽ നമ്മൾ ചില നിലപാടുകൾ എടുക്കും. ആ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതായത് തിരുവായ്ക്ക് എതിർവാട് ആവശ്യമില്ല, ആരും ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് ജയരാജ്. ഇത് യുദ്ധസമാനമായ സാഹചര്യമല്ല. നേരത്തെ ഹരിദാസ് പറഞ്ഞതുപോലെ ഒരു വീട്, ഒരു പുര അങ്ങ് കത്തുമ്പോൾ അതിന്റെ ഇടയ്ക്ക് പോയി വാഴ വെട്ടി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കാമോ എന്ന് നിങ്ങളുടെ കോവിഡ് കള്ളിയും ഞാൻ കുറച്ച് കടത്തി പറയുകയാണ്. അതിന്റെ പേരിൽ മാനനഷ്ടമുണ്ടെങ്കിൽ അങ്ങ് കേസ് കൊടുത്തോളൂ. നിങ്ങളുടെ കോവിഡ് കള്ളിയും ആ കോവിഡ് കള്ളിയിൽ നിന്ന് കമ്മീഷൻ പറ്റിയ നിങ്ങളുടെ കോവിഡ് ക്യാപ്റ്റനും കൂടി നടത്തിയ അഴിമതിയുടെ കഥകളാണ് വെളിയിൽ വരുന്നത്. അത് കഥ മാത്രമല്ല, പണ്ട് B.S. അച്യുതാനന്ദൻ 94 നിയമസഭയിൽ പറഞ്ഞതുപോലെ സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജിയുടെ പവറുള്ള സിയാൻഡേജി, സിറ്റിംഗ് സുപ്രീം കോടതി ജഡ്ജിയുടെ പവറുള്ള സിയാൻഡേജിയുടെ അതിവിശുദ്ധവും അതിവിശ്വസനീയവുമായ റിപ്പോർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. B.S.ന്റെ വാക്കാണ് കേട്ടോ, എതിർപ്പുണ്ടെ പറഞ്ഞാൽ മതി. ഇനി അങ്ങ് പറയുന്ന 2 പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ് എന്താ ജയരാജ് പറയുന്നത്? അദ്ദേഹം പറയുന്നത്, നോക്കൂ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് മേടിക്കേണ്ടതായി വന്നു. അങ്ങനെ പെട്ടെന്ന് മേടിക്കേണ്ടതായി വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു കമ്പനി മാത്രമേ ബിഡ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങൾ PP കിറ്റ് തരാം എന്ന് പറഞ്ഞത് ഈ ഒരു കമ്പനി മാത്രമാണോ? അല്ല. അപ്പൊ അത് യുദ്ധസമാനമായ സാഹചര്യമല്ല. കാര്യം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരേ ഒരു കമ്പനിയെ കാണൂ. അപ്പൊ നമുക്ക് അവരിൽ നിന്ന് മേടിച്ചേ മതിയാകൂ. യുദ്ധ സമയത്ത് എന്താണ് സപ്ലൈ ചെയ്യാൻ ഒരാളെ കാണൂ. അത് മാത്രമല്ല, സപ്ലൈ ചെയ്യാൻ വേണ്ടി 15,000 ഓർഡർ ചെയ്ത കമ്പനി, ആ കമ്പനിയാണെങ്കിൽ പുതിയതായിട്ടൊരു കമ്പനിയായിരുന്നു. അത് മാത്രമല്ല, ആ കമ്പനി 23-33 ദിവസങ്ങൾക്ക് ശേഷവും വിതരണം നടത്തിയിട്ടും ഓർഡറുകൾ റദ്ദാക്കിയില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഓർഡർ ചെയ്ത കമ്പനികളിൽ ഒന്ന്, ആ കമ്പനിക്കാകട്ടെ 18 ദിവസങ്ങളിൽ ഓർഡർ ചെയ്ത അളവിന്റെ 50% സപ്ലൈ നൽകാൻ കഴിഞ്ഞുവെങ്കിലും വിതരണം കുറവാണെന്ന കാരണം പറഞ്ഞ് സപ്ലൈ ഓർഡർ റദ്ദാക്കുകയാണ് ചെയ്തത്. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ സപ്ലൈ ചെയ്ത കമ്പനിയെ തഴഞ്ഞുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ എടുത്ത ശേഷം വിതരണം നടത്തിയ കമ്പനിയുടെ ഓർഡർ റദ്ദാക്കാതെ തുടർന്നു കൊണ്ടുപോയത്. അതായത് അവരിൽ നിന്ന് 15,000 ഓർഡർ ചെയ്തു, 15,000 വാങ്ങി. ഒരു PP കിറ്റിന് 1,550 രൂപ വെച്ച്. അങ്ങനെയാണ് സംഭവിച്ചത്. തീർച്ചയായും ശ്രീ മഞ്ജുഷ്, അതാണ് ഞാൻ പറഞ്ഞത്. സപ്ലൈ ചാനൽസ് ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് യുദ്ധസമാനമായ സാഹചര്യം എന്നൊന്നും നിങ്ങൾ പറയേണ്ട, അത് വിലപ്പോവില്ല. 2, നിങ്ങൾ പറയുന്നത് എന്താണ്? നമ്മളുടെ മുമ്പിൽ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഓപ്ഷൻ ഉണ്ടായിരുന്ന കാര്യം 28 മാർച്ചിൽ നിങ്ങൾ 550 രൂപയ്ക്ക് ഇതേ PP കിറ്റ് മേടിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ വേറൊരു ഡിഫൻസ് പറയും, എന്താ ക്വാളിറ്റി ചെക്ക് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിൽ ശ്രീ ജയരാജ് ഒരു കാര്യം പറഞ്ഞാൽ മതി. 2 ദിവസം മുമ്പ് 550 രൂപയ്ക്ക് മേടിച്ച ഏതെങ്കിലും PP കിറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നമ്മൾ സർക്കാർ നിഷ്കർഷിക്കുന്ന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ കണ്ടെത്തിയിരുന്നോ? അങ്ങനെ കണ്ടെത്തി നിങ്ങൾ ആ കമ്പനിക്ക് നോട്ടീസ് കൊടുത്തിരുന്നോ? അല്ലെങ്കിൽ 550 രൂപയ്ക്ക് സർക്കാർ തന്നെ മേടിച്ച, ബിഡ് ചെയ്യപ്പെട്ടതല്ല, സർക്കാർ തന്നെ മേടിച്ച ഏതെങ്കിലും ഒരു PP കിറ്റ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ പണം കൊടുത്ത് കൂടുതൽ ക്വാളിറ്റി ഉള്ളത് 2 ദിവസം കഴിഞ്ഞ് മേടിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പ്രശ്നം തീർന്നു. കൂടുതൽ പണം കൊടുത്ത് വാങ്ങിച്ചതിന്റെ ക്വാളിറ്റി നോക്കിയിട്ടുമില്ല. ഇല്ല. മാത്രമല്ല, ഏതാണ്ട് 80,000 സ്റ്റോക്ക് വന്നതിൽ 10,000-ന്റെ പോലും 8,000-ന്റെ പോലും ക്വാളിറ്റി ചെക്ക് നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. രണ്ടാമതായി ഇവർ പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? ഇവർ പറയുന്നത്, നോക്കൂ, ഈ ക്വാളിറ്റി ചെക്ക് നടത്തേണ്ട കാര്യമില്ല, നമ്മൾ പെട്ടെന്ന് മേടിച്ചതാണല്ലോ. അതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇനി മൂന്നാമത്, ഈ ശൈലജ ടീച്ചർ വ്യക്തമായി പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ല,
ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി കൂടി ഉണ്ട് എന്ന് പറഞ്ഞ് അവർ എന്ത് ചെയ്യുന്നു, അവർ സ്വന്തം തടി തപ്പാൻ നോക്കുകയാണ്. കോവിഡ് സമയത്ത് സിയാൻഡേജി റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്ന PPE കിറ്റിലെ അഴിമതി മാത്രമല്ല, മാസ്ക് മേടിച്ചതിൽ, ഷീൽഡ് മേടിച്ചതിൽ, AC മേടിച്ചതിൽ, റെഫ്രിജറേറ്റർ മേടിച്ചതിൽ, അതായത് ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള റെഫ്രിജറേറ്റർ മേടിച്ചതിൽ അടക്കം വലിയ അഴിമതിയുണ്ട്. ടോട്ടൽ 770 കോടി രൂപയുടെ അഴിമതി ഉണ്ടെന്ന് ആ സിയാൻഡേജി റിപ്പോർട്ട് മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സിയാൻഡേജി റിപ്പോർട്ടിന് കോൺഗ്രസ് പൂർണ്ണമായിട്ടും മുഖവിലേക്ക് എടുക്കുകയാണല്ലോ അല്ലേ? എല്ലാ സമയത്തും അങ്ങനെ വേണ്ടി വരും കേട്ടോ. BJP സർക്കാർ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് എന്നുള്ള ആരോപണം ഉണ്ടാകുന്നതാണ്. അത് CPM പറഞ്ഞിട്ടുമുണ്ട്. അല്ല, സിയാൻഡേജി റിപ്പോർട്ടിനെ ഞാൻ ഉദ്ധരിച്ചതും അവരുടെ മുമ്പിലേക്ക് വെച്ചതും സഹാബ് VS അച്യുതാനന്ദൻ 94 നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗത്തെ പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ VS എടുക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ എടുത്താൽ കുഴപ്പം? അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അനഭിമതമല്ലെങ്കിൽ ഞങ്ങൾക്ക് എടുത്താൽ എന്താ കുഴപ്പം? നോക്കൂ, അതിന്റെ പേരിൽ ഒരു അന്വേഷണത്തിന് തയ്യാറായ പോരെ. സിയാൻഡേജി വിശ്വാസമില്ലെങ്കിൽ സിയാൻഡേജി റിപ്പോർട്ട് ഇതാ അന്വേഷണ വിധേയമായി ഞങ്ങൾ സിയാൻഡേജി റിപ്പോർട്ടിന് പുറത്ത് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്, ഈ ഇടപാടിൽ എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? ശരി, ശ്രീ പണിക്കർ, എന്തായാലും സിയാൻഡേജി റിപ്പോർട്ടിനെ മുഖവിലേക്ക് എടുക്കില്ല സർക്കാർ എന്ന കാര്യത്തിൽ സംശയമില്ല. അതേ രീതിയിലുള്ള പ്രതികരണങ്ങളും വന്നു കഴിഞ്ഞു. ഇത് BJP എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടാണ്. അതിൽ സിയാൻഡേജി പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല, അതിൽ ഗുണനിലവാരത്തിന്റെ കാര്യത്തിലേക്ക് പോയിട്ടില്ല, അസാധാരണമായ സാഹചര്യം വിലയിരുത്തിയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഡിഫൻസ് തീർക്കുന്നുണ്ട്. ഇത് ഓരോ സമയത്തും ഇത് ഉയർത്തിക്കൊണ്ടുവരും, അതിലൊന്നും കഴമ്പില്ല എന്നുള്ള കാര്യം മുൻ ആരോഗ്യമന്ത്രിയായ, ആ സമയത്ത് ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നിസ്സാരവൽക്കരിക്കാവുന്ന ഒരു കാര്യമാണോ ഇത്? അസാധാരണമായ സാഹചര്യം എന്ന് സമ്മതിക്കാം, പക്ഷേ 300% വരെ വില കൂട്ടിയാണ് ഈ പർച്ചേസ് നടത്തിയിരിക്കുന്നത്. അവിടെ എത്ര രൂപയ്ക്കാണോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേ വിലയ്ക്ക് തന്നെ നൽകുവാൻ കമ്പനികൾ ഉണ്ടായിരുന്നു. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡുമായിട്ട് ആ സമയത്ത് ധാരണയിലുള്ള കമ്പനികൾ ഉണ്ടായിരുന്നു. അവരെ തഴഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവരിൽ നിന്ന് വാങ്ങുന്നതിനൊപ്പമാണ് ഈ പറയുന്ന കമ്പനികളിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് 1550 രൂപ വരെ വിലയിട്ട്. ശ്രീ മഞ്ജുഷ്, ഇതിൽ അസാധാരണമായ സാഹചര്യമാണ് എന്ന് നമുക്കറിയാം. അസാധാരണമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനുള്ള ന്യായം അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ അസാധാരണമായ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനങ്ങൾ മാത്രമേ എടുക്കാൻ കഴിയൂ എന്നാരും വാദിക്കാൻ പാടില്ല. കാരണം ഇവിടെ അസാധാരണമായ സാഹചര്യമായിരുന്നുവെങ്കിലും സാധാരണമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കാരണം സർക്കാർ നിശ്ചയിച്ചതിനേക്കാൾ കേവലം 5 രൂപ മാത്രം കൂടുതലായിട്ട് കൊടുത്ത് PPE കിറ്റ് നമുക്ക് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു കമ്പനിക്ക് നമ്മൾ പർച്ചേസ് ഓർഡർ കൊടുത്തതാണ്. അവർക്ക് 25,000 PPE കിറ്റിന്റെ പർച്ചേസ് ഓർഡർ കൊടുത്തതിന് ശേഷം 10,000 എണ്ണത്തിന്റെ ഓർഡർ ഫുൾഫിൽ ചെയ്യുമ്പോഴേക്കും ബാക്കി 15,000-ൻ്റെത് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് അവരെക്കാൾ 3 ഇരട്ടി വില ഉണ്ടായിരുന്ന മറ്റൊരു കമ്പനി, ആ കമ്പനിയെ പറ്റി അന്ന് പ്രതിപക്ഷം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഈ കമ്പനി എവിടെയാണ് എന്നോ ഇവരുടെ പ്രവൃത്തി പരിചയം എന്താണ് എന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്ന് പറഞ്ഞതാണ്. അന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തിരുന്ന പല ഇടതുപക്ഷ സഹയാത്രികരും സാൻഫാർമ എന്ന പേരിനെ സൺഫാർമ എന്ന പ്രശസ്തമായിട്ടുള്ള കമ്പനിയായിട്ട് വ്യാഖ്യാനിക്കാനൊക്കെ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനിക്ക് അവരുടെ പ്രവൃത്തി പരിചയം എന്താണ് എന്ന് നോക്കാതെ, അവരുടെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ എന്താണ് എന്ന് പരിശോധിക്കാതെ വലിയൊരു ബൾക്ക് ഓർഡർ അവർക്ക് നൽകുകയാണ്. അവർക്ക് കൊടുത്തിരുന്ന ഓർഡർ 50,000 എണ്ണത്തിൻ്റെതായിരുന്നു. അപ്പോൾ സാഹചര്യം അസാധാരണമായിരുന്നുവെങ്കിലും സാധാരണ നിരക്കിൽ ഇവിടെ കിട്ടുമായിരുന്ന PPE കിറ്റ് ഓർഡറുകളെ വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് കേവലം 2 ദിവസത്തെ വ്യത്യാസത്തിൽ 3 ഇരട്ടി വിലയിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്തതിനായിട്ട് സർക്കാർ ഇവിടെ ശ്രമിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പണം കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് സർക്കാരിന് താല്പര്യമുള്ള കമ്പനിയാണോ, മറ്റ് വഴിവിട്ട എന്തെങ്കിലും സഹായം അവർക്ക് നൽകിയിട്ടുണ്ടോ എന്ന കാര്യം നോക്കൂ. അതിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. കാരണം സർക്കാരിന്റെ പർച്ചേസിന്റെ രീതി അനുസരിച്ച് ഒരു കമ്പനിക്ക് പർച്ചേസ് ഓർഡർ കൊടുക്കുമ്പോൾ അതിന്റെ 50% തുക അഡ്വാൻസ് കൊടുക്കാൻ മാത്രമേ നിയമം അനുവദിക്കുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന സാൻഫാർമ എന്ന കമ്പനിക്ക് 15,000 PPE കിറ്റുകളുടെ ഓർഡർ കൊടുക്കുകയും എന്നിട്ട് അതിന്റെ മൊത്തം തുകയായിട്ടുള്ള 1,550 രൂപ വെച്ചിട്ട് 2,32 ലക്ഷം രൂപ അവർക്ക് മൊത്തം മുൻകൂറായിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ശ്രീമതി KK ശൈലജയുടെ അതിൻ്റെ ഒരു പ്രതികരണമാണ് ഒന്നിലധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ആ ഭാഗം ഇങ്ങനെയാണ്: ഫ്രണ്ട് ലൈൻ വർക്കർമാരെ സംരക്ഷിക്കുക എന്നതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്തം. അതാണ് നിർവഹിച്ചത്. ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയില്ലേ? അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് മുഴുവൻ തുകയും നൽകിയത്. നോക്കുക, അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് മുഴുവൻ തുകയും നൽകിയത്. CAGക്ക് വ്യക്തത ലഭിച്ചില്ലെങ്കിൽ സർക്കാർ വ്യക്തത നൽകും എന്ന്
കെ ശൈലജ പറഞ്ഞു. അപ്പോൾ അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട്, അത് കണക്കിലെടുത്ത് മുഴുവൻ തുകയും നൽകി എന്നാണ് പറയുന്നത്. ഇനി CAGയുടെ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ CAG റിപ്പോർട്ടിൽ സർക്കാരിന്റെ വാദം പറയുന്നുണ്ട്. അവിടെ അടിയന്തര സാഹചര്യം ആയതുകൊണ്ട് മൊത്തം തുകയും അഡ്വാൻസ് കൊടുത്തു എന്നല്ല പറയുന്നത്. പകരം ഈ കമ്പനി സാൻഫാർമ സർക്കാരിന് കൊടുത്തിരിക്കുന്ന ലെറ്റർ ഓഫ് ഇന്റന്റ് ഉണ്ട്. ആ ലെറ്റർ ഓഫ് ഇന്റന്റിൽ 50,000 പീസ് PPE കിറ്റ് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ മൊത്തത്തിലുള്ള പർച്ചേസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ 9,35,00,000 രൂപ വരും. പക്ഷേ അവർക്ക് അതിന്റെ 29% 2.32 കോടി രൂപയാണ് അവർക്ക് നൽകിയിരിക്കുന്ന അഡ്വാൻസ്. അതായത് കേവലം 29% നമുക്ക് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന 50% നിന്ന് താഴെയാണ്, ആ പരിധിക്കുള്ളിൽ നിന്നാണ് ഇത് നിൽക്കുന്നത് എന്ന് 2023 നവംബർ മാസത്തിൽ സർക്കാർ വിശദീകരണം നൽകിയിട്ടുണ്ട് എന്നാണ് CAG പറയുന്നത്. അതായത് കെ ശൈലജ പറയുന്നത് അടിയന്തര സാഹചര്യമായതുകൊണ്ട് മൊത്തം പണവും കൊടുത്തു എന്ന് പറയുന്നു. എന്നാൽ സർക്കാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, 50,000 ലെറ്റർ ഓഫ് ഇന്റന്റിൽ ഉണ്ടായിരുന്നത്, അതിന്റെ 29% മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന്. എന്നിട്ട് പിന്നീട് സർക്കാർ ചെയ്തത് എന്താണ്, അതിവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2020 മാർച്ച് 31 സാൻഫാർമ എന്ന കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ഓർഡർ, പർച്ചേസ് ഓർഡർ 50,000-ൻ്റെതല്ല, കേവലം 15,000-ൻ്റെതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും നൽകാൻ കഴിയും എന്ന് ലെറ്റർ ഓഫ് ഇന്റന്റിൽ ഒരു കമ്പനി പറയുകയാണ്. ആ കണക്കാണ് 50,000. പക്ഷേ സർക്കാർ കൊടുത്തിരിക്കുന്ന പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 15,000 മാത്രമാണ്. ആ 15,000-ൻ്റെ 50% മാത്രമേ അങ്ങനെയെങ്കിൽ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ ആ 15,000 ഗുണം 1,550 എത്രയാണോ, അതാണ് 2.32 കോടി രൂപ. അത് മൊത്തത്തിലാണ് സർക്കാർ അഡ്വാൻസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അവരുടെ അടുത്ത് പിന്നീട് എൻഗേജ് ചെയ്തിട്ടുമില്ല. തന്നെയുമല്ല, അന്ന് ആരാണ് ഈ സാൻഫാർമ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു മറുപടി വന്നിട്ടില്ല. ഒരു വെബ്സൈറ്റ് പോലും ഇക്കാര്യത്തിൽ കാണുന്നു പോലുമില്ല. ആരാണ് സാൻഫാർമ എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. തീർച്ചയായിട്ടും അതെ. ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പും സാൻഫാർമയെ പറ്റി അന്വേഷിച്ച് നോക്കി, അതിനെപ്പറ്റി അതിന്റെ വെബ്സൈറ്റ് കിട്ടുമെന്ന് നോക്കി. പക്ഷേ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്തെല്ലാം ടോപ്പ് റിസൾട്ടായിട്ട് വരുന്നത് സൺഫാർമയാണ്. അത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മെഡിക്കൽ കമ്പനിയാണ്. അപ്പൊ അന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ആ കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പോലും അന്ന് ഇടതുപക്ഷത്തു നിന്നുള്ള പല ആൾക്കാരും ശ്രമിച്ചിരുന്നതാണ്. ഇനി രണ്ടാമതൊരു വാദം, ശ്രീമതി കെ ശൈലജ തന്നെ ഈ വിവാദം ഉണ്ടായിരുന്ന സമയത്ത് പല പ്രചരണ യോഗങ്ങളിലും മറ്റ് പല സ്ഥലങ്ങളിലും വിശദീകരണ യോഗങ്ങളിലും ഒക്കെ തന്നെ ഇതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിച്ചിരുന്നു. അങ്ങനെ വിശദീകരിച്ചിരുന്ന സമയത്ത് പറഞ്ഞത്, അന്ന് പെട്ടെന്ന് മാർക്കറ്റിൽ PPE കിറ്റിന്റെ വില കൂടിയതിന് ശേഷം നമ്മൾ ഇവർക്ക് ഓർഡർ കൊടുക്കുന്നു. 15,000-ന്റെ എണ്ണം കിട്ടിയപ്പോഴേക്കും PPE കിറ്റിന്റെ വില മാർക്കറ്റിൽ കുറഞ്ഞുവെന്നും ബാക്കി ഓർഡർ ക്യാൻസൽ ചെയ്തു. പിന്നീട് PPE കിറ്റുകൾ വാങ്ങിയിരിക്കുന്ന മാർക്കറ്റ് റേറ്റ് ആയിട്ട് ഈ 500 രൂപയ്ക്കാണ് എന്നാണ്. അപ്പോൾ മഞ്ജുഷിന്റെ കയ്യിൽ ഒരുപക്ഷെ ഈ CAG റിപ്പോർട്ട് കാണും. ആ റിപ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, സാൻഫാർമ എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനിയിൽ നിന്ന് മാത്രമല്ല, അതേ പണം തന്നെ കൊടുത്തിട്ട് ഇന്നോവ് കോഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിൽ നിന്ന് സാൻഫാർമയ്ക്ക് കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം 1,550 രൂപ ഒരു കിറ്റിന് വെച്ചിട്ട് വീണ്ടും 15,000 കിറ്റിന്റെ ഓർഡർ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മറ്റുള്ള 2 കമ്പനികൾക്ക് കൂടി 1,100 രൂപയ്ക്ക് മുകളിൽ ഇവർ കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അസാധാരണമായ ഒരു കൊള്ള നടന്നിരിക്കുന്നു സർക്കാരിന്റെ ഭാഗത്ത് എന്ന് മാത്രമേ ഇതിനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ഈ കേട്ടിട്ടില്ലാത്ത കമ്പനികൾ, ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിക്കൽ എക്യുപ്മെന്റുമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ലീസ്റ്റ് ക്രെഡിബിൾ എന്ന് തോന്നാവുന്ന ഒരു സ്ഥാപനം സാൻഫാർമയാണ്. കാരണം ഈ CAG ഓഡിറ്റിൽ തന്നെ പറയുന്നുണ്ട് അതൊരു പുതിയ കമ്പനിയാണ്. അവരുടെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം എന്താണ് എന്നതിനെ പറ്റി സർക്കാർ തോമസ് ഐസക് പറഞ്ഞ ന്യായം അവിടെ പൊളിഞ്ഞടങ്ങുകയാണ്. ഇപ്പോൾ തോമസ് ഐസക് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് CAG എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി എന്ന രീതിയിൽ അദ്ദേഹം വർണ്ണിക്കുകയാണ്. BJP എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടാണ്, അതിനെ ആരും മുഖവിലേക്ക് എടുക്കുന്നുവെന്ന്. അതോടൊപ്പം തന്നെ തോമസ് ഐസക് പറഞ്ഞ കാര്യം ഈ പറയുന്നതാണ്, ഗുണനിലവാരത്തിന്റെ കാര്യം എന്താ സർക്കാരിന് നോക്കേണ്ടേ എന്ന്. അങ്ങനെ വരുമ്പോഴാണെങ്കിൽ ഈ കമ്പനിയുടെ ഗുണനിലവാരം എവിടെയാണ് സർക്കാർ അളന്നിട്ടുള്ളത്, അക്കാര്യവും അജ്ഞാതമാണ്. അതും CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മഞ്ജുഷ്, ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ നേരത്തെ ശൈലജ ടീച്ചറിന്റെ ഒരു പ്രസ്താവന വായിച്ചപ്പോൾ അതിന്റെ ആദ്യത്തെ ലൈൻ ഫ്രണ്ട് ലൈൻ വർക്കർമാരെ സംരക്ഷിക്കുക എന്നതായിരുന്നല്ലോ ഏറ്റവും പ്രഥമ ഉത്തരവാദിത്തം എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത, ഈ ഫീൽഡിലുള്ള ആൾക്കാർ പോലും കേട്ടിട്ടില്ലാത്ത പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനി, അവരുടെ ഗുണമേന്മ എന്താണ് അവരുടെ ഗുണനിലവാരം എന്നതിനെപ്പറ്റി ആരും തന്നെ പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു കമ്പനിയിൽ നിന്ന്, കേട്ടിട്ടില്ലാത്ത ഒരു അൺനോൺ എൻറ്റിറ്റിയിൽ നിന്ന് കുറെ പണം കൊടുത്തതിന് ശേഷം കുറെ സാധനം വാങ്ങിയിട്ട് ഫ്രണ്ട് ലൈൻ വർക്കർമാർക്ക് കൊടുത്തിട്ട് അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് സംരക്ഷണമാണ് അവിടെ ഉള്ളത്? നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഈ ഫ്രണ്ട് ലൈൻ ആയിരുന്നുവെങ്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തിയിരിക്കുന്ന പ്രോഡക്റ്റ് അവർക്ക് ലഭ്യമാക്കണമായിരുന്നു. ഇത് പുതുതായിട്ടുള്ള ഒരു കമ്പനി, അവരുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. CAGക്ക് പോലും അക്കാര്യത്തിനെ പറ്റി ബോധ്യമായിട്ടില്ല. എന്നിട്ട് അവരിൽ നിന്ന് നിങ്ങൾ തോന്നിയ 3.5
മൂന്നിരട്ടി വിലയ്ക്ക് നിങ്ങളത് വാങ്ങിയതിനു ശേഷം കൊടുക്കുമ്പോൾ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഈ സാൻഫാർമ എന്ന കമ്പനിയുമായിട്ട് മാത്രമായിരുന്നു, അല്ലാതെ ഇവിടുത്തെ കോവിഡ് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനോട് ആയിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. ശ്രീ ഡോക്ടർ ബി ജയരാജ്, ആരാണ് സാൻഫാർമ എന്ന് അറിയാമോ? അറിയാം. 2010 മുംബൈയിൽ സ്ഥാപിച്ചൊരു കമ്പനിയാണ്, പുതിയ കമ്പനിയൊന്നും ആയിരുന്നില്ല. അതിനെക്കുറിച്ച് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൺഫാർമ ഏറ്റവും വലിയ കമ്പനി ആയത് കാരണം സൺഫാർമയുടെ ആദ്യമേ ഡീറ്റെയിൽസ് വരും, അതിന്റെ താഴെ വരുന്നത് തന്നെയാണ് സാൻഫാർമ. ഇപ്പൊ ഞാൻ നിങ്ങൾ തർക്കം ഉണ്ടായപ്പോൾ ഞാൻ നെറ്റിലെടുത്ത് നോക്കിയതാണ്, അതാണ് ഞാൻ നേരത്തെ ഉയർത്തി കാണിച്ചത്. പിന്നെ ഈ പറഞ്ഞത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പർച്ചേസ് ഒക്കെ നടത്തിയേക്കുന്നത്. ചുമ്മാ സർക്കാരിന് തോന്നിയ കണക്കൊല്ല വില കൊടുത്ത് മേടിച്ചതല്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂളിൽ അന്നേരം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച സമയം ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾ നടപ്പിലായ സമയത്ത് ഇത്തരം ഒരു പർച്ചേസ് ചെയ്യുന്നതിന് എക്കണോമിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ശരിയാണ്. 500 രൂപയ്ക്ക് കിട്ടുന്ന സാധനം സിമ്പിൾ ലോജിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 500 രൂപയുടെ സാധനം 1500 രൂപയ്ക്ക് മേടിച്ച് ഇത്ര അഴിമതി നടന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ആ സാഹചര്യങ്ങൾ കൂടെ വിലയിരുത്തണ്ടേ? നിപ്പയിൽ നമ്മളൊരു നഴ്സിന്റെ ജീവൻ ബലിയെടുത്തു. അതുപോലെ നമ്മളുടെ ഡോക്ടർമാരാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത്. ഡൽഹിയിലൊക്കെ ആളുകൾ മരിച്ചു വീഴുമായിരുന്നു, ഹോസ്പിറ്റലിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സപ്ലൈ ഇല്ലാതെ മരിച്ചു വീഴുന്ന സാഹചര്യത്തിലാണ്. കോവിഡിന് മുൻപ് ഈ നിപ്പയുടെ സമയത്തൊക്കെ PPE കിറ്റ് നൽകിക്കൊണ്ടിരുന്ന കമ്പനിയുടെ ഓർഡർ റദ്ദാക്കിക്കൊണ്ടാണ് ഈ പറയുന്ന സാൻഫാർമയെ ഏൽപ്പിച്ചത്. PPE കിറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നഴ്സാണല്ലോ മരിച്ചത്, രക്തസാക്ഷിയായത് ആ സമയത്ത്. ഒരു സംശയം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ഡോക്ടർമാർക്ക് ഇനിയൊരു ആരോഗ്യ പ്രവർത്തനവും വരാൻ പാടില്ല. ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനം നടത്തുന്ന ഒരുപാട് കുട്ടികളടക്കം വോളണ്ടിയർമാരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ചില കമ്പനികൾ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയും, പക്ഷെ അവർക്ക് സമയത്ത് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു അനിത എസ്കോട്ടിൽ നിന്ന് മേടിച്ചതിനേക്കാൾ പണം നിങ്ങൾ 300 ഇരട്ടി കൂടുതൽ കൊടുത്ത് സാൻഫാർമയിൽ നിന്ന് മേടിച്ചപ്പോൾ 300% ഇരട്ടി കൊടുത്ത് മേടിക്കുമ്പോൾ എന്ത് ഗുണം, ക്വാളിറ്റിയിൽ എന്ത് ഗുണമുണ്ടായി, ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് എന്ത് ഗുണമുണ്ടായി, അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് രണ്ടും തമ്മിലുള്ളത് പറയാമോ? ഇതിനകത്ത് നമ്മൾ സാധനം പ്രൊക്യൂർ ചെയ്യുക പല കമ്പനികളും പറയും. നമ്മളിപ്പോ ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പം ഒരു കാര്യത്തിന് ഒരു കൊട്ടേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ വസന്ത് പറഞ്ഞ പോലെ കമ്പനി ഗുണനിലവാരമില്ലെങ്കിൽ നോട്ടീസ് കൊടുത്ത് അതിനുശേഷം അവരെ മാറ്റി പുതിയ ടെൻഡർ വിളിച്ച് പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും ആയിരുന്നില്ലെന്ന് വസന്തിന് നല്ല വ്യക്തമായിട്ട് അറിയാം. പിന്നെ കോൺഗ്രസിന്റെ വക്താവായതുകൊണ്ട് വസന്ത് ഇങ്ങനെ പറയുന്നതാണ്. പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞ പോലെ മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ കോട്ടിംഗ് ഒക്കെ എടുത്ത് ഉപയോഗിച്ചിട്ട് അപഹാസ്യരാവുന്നത് സ്വയം തന്നെയാണ്. ഒരു വിരൽ കൈ മുന്നിലേക്ക് ചൂണ്ടുമ്പോൾ 3 വിരൽ താങ്കളുടെ നേർക്ക് തന്നെയാണ് ചൂണ്ടുന്നത് മനസ്സിലാക്കിയിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വ്യക്തമായ സ്ഥാനമുള്ള ശൈലജ ടീച്ചറിനെ അങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സ്വന്തം മുഖത്ത് ചെളിവാരി തേക്കുന്നതിന് തുല്യമാണ് വസന്ത് എന്നേ എനിക്ക് പറയാനുള്ളൂ. താങ്കൾ വളർന്നു വരുന്ന ഒരു യുവ നേതാവാണ്, ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. ആ ഒരു ലൈനിൽ മുല്ലപ്പള്ളി വീട്ടിലിരിക്കുന്ന വീട്ടിലിരിക്കേണ്ടി വരും എന്നുകൂടി ഞാൻ പറയണം, ഓർമ്മിപ്പിക്കുകയാണ്. വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ ചെന്ന് ചാടേണ്ടതായിട്ട് വരും. അതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. അപ്പൊ നമ്മൾ ചിലപ്പോൾ കൈയടി കിട്ടാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒക്കെ ശൈലിയിൽ ചിലപ്പോ ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് വരാം, സ്വാഭാവികമാണ്. പക്ഷെ അത് ഈ പറഞ്ഞ ഒരു കാര്യം അല്ല, ഈ സാൻഫാർമയുടെ കാര്യം, സാൻഫാർമയുടെ പരിചയ സമ്പത്ത് പറഞ്ഞിരുന്നു. സാൻഫാർമയുടെ പരിചയ സമ്പത്ത് ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞിരുന്നു. പക്ഷേ CAG പറയുന്നത് അടിയന്തര സാഹചര്യത്തിലാണ് ഈ പ്രൊക്യൂർമെന്റ് നടത്തിയതെങ്കിലും സർക്കാരിന് ലാഭകരമായിരുന്ന പർച്ചേസ് ഓർഡറുകൾ റദ്ദ് ചെയ്ത് ന്യായീകരിക്കത്തക്ക അങ്ങനെ വിപണിയിൽ പുതിയതായി വന്ന വിതരണക്കാരിൽ നിന്നും ഗണ്യമായി ഉയർന്ന നിരക്കിൽ വാങ്ങലുകൾ നടത്തിയത് 10.23 കോടിയുടെ അധിക ചെലവിലാണ് കലാശിച്ചതെന്ന്. അതായത് പുതിയതായി വന്ന വിതരണക്കാരെന്ന് തന്നെയാണ് CAG പറയുന്നത് സാൻഫാർമയെ കുറിച്ച്. ശ്രീജിത്ത്, അപ്പോൾ ഈ ജയരാജ് പറയുന്നത് 2010 തന്നെ ഉണ്ടായിരുന്ന സ്ഥാപനമാണെന്നാണ്. അല്ല, നോക്കൂ, ഇതിൽ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതിന്റെ ഗൂഗിളിൽ തപ്പി നോക്കിയപ്പോഴത്തേക്ക് സൺഫാർമയുടെ താഴെ കിടക്കുന്ന ലിങ്ക് കണ്ടു എന്നാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ടാക്സ് എന്ന് പറയുന്ന സൈറ്റിന്റെ ഒരു ലിങ്കാണ്. അതല്ലാതെ സാൻഫാർമയുടെ വെബ്സൈറ്റ് അഡ്രസ് അദ്ദേഹം ഈ ചർച്ചയിൽ ഒന്ന് പറയാമോ? അദ്ദേഹത്തിനോട് നേരിട്ട് ചോദിക്കുകയാണ്, സാൻഫാർമ എന്ന കമ്പനിയുടെ വെബ്സൈറ്റ് അഡ്രസ് ഒന്ന് പറയാമോ? ശ്രീ ജയരാജിന്റെ കയ്യിലുണ്ടോ അത്? സാൻഫാർമ ഇല്ല കേട്ടോ. ജയരാജ് ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ. സാൻഫാർമ രജിസ്റ്റേർഡ് സ്റ്റേറ്റ് മഹാരാഷ്ട്ര കമ്പനി വെബ്സൈറ്റ് അഡ്രസ് ആണ് ഞാൻ ചോദിച്ചത്. www. എന്താണ്
ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ അതാണ് ഈ email ID ഉണ്ട്. മഹാരാഷ്ട്രയിൽ രജിസ്റ്റർ ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു കമ്പനി എന്ന് ശരി. അന്ന് തന്നെ ഈ ആരോപണം ഉയർന്നു വന്നതാണ്. ഈ കമ്പനിക്ക് വെബ്സൈറ്റ് എന്ന് വെച്ചാൽ പോലും മഞ്ജുഷ്, ഇല്ല എന്ന്. അതായത് പുതിയതായിട്ട് ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി അതിന്റെ പേരിൽ ഇങ്ങനെ PPE കിറ്റുകൾ വിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് ആ സമയത്ത് വന്നതാണ് ഡോക്ടർ ബി ജയരാജ്. അന്ന് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണമാണിത്. അത് ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ 24/7/2010 കൊടുക്കുന്നുണ്ട്. എന്നാ ആ കമ്പനിയുടെ സ്റ്റാറ്റസ് എന്താന്ന് പറയോ? ഇതിന്റെ രജിസ്ട്രേഷൻ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ 24/7/2010, രജിസ്റ്റേർഡ് സ്റ്റേറ്റ് മഹാരാഷ്ട്ര കമ്പനിയുടെ സ്റ്റാറ്റസ് പറയാം എന്നാണ് ഇതിനകത്ത് കിടക്കുന്നത്. ശരി, ആ കമ്പനിയുടെ സ്റ്റാറ്റസ് എന്നാ ഇനി ഒന്ന് പറയാമോ? ആ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രവർത്തന സ്റ്റാറ്റസ് എന്താണെന്ന് താങ്കളുടെ ആ സൈറ്റിൽ കാണും. കമ്പനി സ്റ്റാറ്റസ് എന്താണെന്ന് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു തരുമോ? ഇപ്പോഴത്തെ പ്രവർത്തന സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ടാക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അത് ശ്രീത് പണിക്കർ പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ ഇപ്പൊ അവര് വേറെ എന്തെങ്കിലും ഒരു ഇതിന്റെ കാര്യമായിരിക്കും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഞാൻ പറയാം, അല്ലാതെ ഇതൊരു കടലാസ് കമ്പനി അല്ലെങ്കിൽ വേറൊരു കമ്പനിക്ക് പ്രോക്സി കമ്പനിയൊന്നും അല്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഞാൻ പറയട്ടെ മഞ്ജുഷ്, ഇത് ശ്രദ്ധിച്ചോളൂ. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കമ്പനി ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏതാണ്? 24 ജൂലൈ 2010 മുംബൈ ആസ്ഥാനമാക്കിയിട്ടുള്ള സാൻഫാർമ എന്ന് പറയുന്ന കമ്പനിയെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത് എങ്കിൽ ആ കമ്പനിയുടെ ഒരു വെബ്സൈറ്റ് ഒന്നുമില്ല. ആ കമ്പനിയെ കോൺടാക്ട് ചെയ്യേണ്ടുന്ന ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ പോലും VSNL ഹോസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് @VSNL.net എന്ന് പറയുന്ന ഡൊമൈനിലാണ് അവരുടെ ഇമെയിൽ അഡ്രസ്സ് ഇരിക്കുന്നത്. ആ കമ്പനിയെ പറ്റി നമ്മളുടെ ഇത്തരത്തിലുള്ള കമ്പനി ഇൻഫർമേഷൻ കിട്ടുന്ന സൈറ്റിൽ കാണുന്ന കമ്പനി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ഓഫ് എന്നാണ്. കമ്പനി സ്ട്രൈക്ക് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കമ്പനിയെ ലീഗൽ പ്രൊസീജിംഗ് ആരംഭിച്ച് ആ കമ്പനി തിലക് നഗർ മൈസൂരിൽ വേറൊരു സാൻഫാർമ കിടപ്പുണ്ട്. സാൻഫാർമ ഒരേ പേരിലുള്ള ഒരുപാട് കമ്പനികളുണ്ട്. നമ്മളിതിന്റെ ക്രെഡിബിലിറ്റി അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്ത കാര്യമാണല്ലോ ഒരു കടലാസ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഫോട്ടോ വേറെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഏത് കമ്പനിയിലാണ് എനിക്കറിയില്ല. പക്ഷേ സാൻഫാർമ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഡയലിനകത്ത് കിടപ്പുണ്ട്. സാൻഫാർമ എന്ന് പറഞ്ഞിട്ട് വേറൊരു സൈറ്റ് കിടപ്പുണ്ട്. സൺഫാർമ എന്നുള്ള തെറ്റിദ്ധരിപ്പിച്ചാണ് എന്ന് പറഞ്ഞതിന് ഞാൻ മറുപടി ആയിട്ട് അല്ലാതെ ഇതിനകത്ത് ഇത് ഡിബേറ്റിന്റെ ഇഷ്യൂ അല്ല. ഞാൻ പറഞ്ഞത് ഒരു രാജ്യം അടിയന്തര സാഹചര്യത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂള് പ്രകാരം ഒരു സാധനത്തിന് പ്രൊക്യൂർമെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് A കമ്പനി ആണെങ്കിലും B കമ്പനി ആണെങ്കിലും C കമ്പനി ആയാലും കമ്പനി ആയാലും ആ കമ്പനി എന്ന് പറയുന്നത് നോക്കാനുള്ള ഒരു സാഹചര്യം ഉരുളുന്ന കാര്യമൊന്നുമില്ല. സത്യസന്ധമായിട്ടാ പറയുന്നത്. യാതൊരു അഴിമതിയും ഇതുവരെ രേഖപ്പെടുത്താൻ കഴിയാത്ത കഴിഞ്ഞ 9 വർഷമായിട്ട് കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് കയറി ഇതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വേവത്തില്ല. ശ്രീത്തെ അങ്ങനെ വേവിക്കാൻ ശ്രമിക്കുകയും വേണ്ട. നല്ല രീതിയിൽ കൃത്യമായിട്ട് അറിയാം. അതിന്റെ പേരിൽ തന്നെയാണ് വീണ്ടും അധികാരത്തിലേറിയത്. ഇത്തരത്തിലുള്ള ഫ്ലിംസി ആർഗ്യുമെന്റ്സ് വന്നു കഴിഞ്ഞാൽ സ്വയം പരിഹാസ്യമാവുന്നല്ലാതെ അതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. ശരി, നിങ്ങൾക്കൊന്നും പറയാനില്ല എന്നുള്ളത് താങ്കൾ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കമ്പനി ലെജിറ്റിമേറ്റ് ആണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി താങ്കളാണ് പറഞ്ഞത് മുംബൈ ആസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്ര ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയാണ് എന്നും അതിന്റെ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ 24 ജൂലൈ 2010 എന്നും താങ്കളാണ് പറഞ്ഞത്. ആ താങ്കൾ പറഞ്ഞിരിക്കുന്ന കമ്പനിയുടെ ഡേറ്റയും കാര്യങ്ങളും പറയുകയും അതിന്റെ സ്റ്റാറ്റസ് പറയുകയും അതിനൊരു വെബ്സൈറ്റ് അഡ്രസ് ഇല്ല എന്ന് പറയുകയും അതിന്റെ കറണ്ട് സ്റ്റാറ്റസ് സ്ട്രൈക്ക് ഓഫ് എന്താണെന്ന് ഇത്തരത്തിലുള്ള ടാക്സ് സംബന്ധിയായിട്ടുള്ള കമ്പനി സംബന്ധമായിട്ടുള്ള സൈറ്റുകളിൽ കാണുന്നത് എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞത് സാൻഫാർമ എന്ന പേരിൽ ജസ്റൈലിൽ കിടപ്പുണ്ട്, മറ്റിടത്ത് കിടപ്പുണ്ട്, വേറെ കമ്പനികളുണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞത് പല കമ്പനികൾ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഒന്നാവില്ലല്ലോ. താങ്കൾ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷനിലുള്ള കമ്പനി ഇതാണ്. താങ്കൾ പറഞ്ഞത് സൺഫാർമയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു അതിന്റെ താഴെ വന്നിരിക്കുന്ന ലിങ്ക് ഈ കമ്പനിയുടേതാണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ലെജിറ്റിമസി തെളിയിക്കാനായിട്ട് താങ്കളാണ് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നു. സാൻഫാർമ എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് അഡ്രസ് എന്തുകൊണ്ടൊന്ന് പറഞ്ഞുകൂടാ? ഒരു വെബ്സൈറ്റ് അഡ്രസ് അല്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ ഫൈസർ പോലെയുള്ള സൺഫാർമ പോലെയുള്ള എത്രയോ കമ്പനികളുണ്ട്. ഇതിനെല്ലാം വെബ്സൈറ്റ് ഉണ്ട്. ഇതിന്റെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ മതി. ഇത്ര ക്രെഡിബിൾ ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് ലൈൻ കോവിഡ് വർക്കേഴ്സിന് എല്ലാവിധ സുരക്ഷിതത്വവും നൽകുന്ന കിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് അറിയാനുള്ള ഒരു അവകാശം നമുക്കില്ലേ? അപ്പൊ അത് പറയുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് ഓടാൻ പറ്റില്ല. ഇത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് പോകുന്നില്ല. ശ്രീ ജയരാജ് വെറുതെ ഇങ്ങനെയുള്ള ഒരു കമ്പനി ന്യായീകരിക്കുന്ന ഗതികേടാണ് താങ്കൾക്ക്. ആലോചിച്ച് നോക്കൂ. ഈ കമ്പനി അല്ലാതെ ഞാൻ പറയുന്നത് CPM നിർമ്മിക്കുന്ന ഉത്തമ ക്യാപ്സൂളുകൾ ഇതിനേക്കാൾ നല്ല ഡിബേറ്റ് എന്താണ്? അങ്ങനെയുള്ള ഡിബേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ലയോ?
അഴിമതി നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് വളരെ കൃത്യമായിട്ട് ഞാൻ മറുപടി പക്ഷെ അതെങ്ങനെയാണ് അഴിമതി നടന്നിട്ടില്ല എന്ന് പറയാൻ കഴിയുന്നത്? ഈ കമ്പനികൾ 10 കോടി രൂപ അധികമായിട്ട് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വില കുറച്ച് അന്ന് PPE കിറ്റുകൾ നൽകാൻ തയ്യാറായ കമ്പനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് എന്താണ്? വില കുറച്ച് 545 എന്നാണ് പെർ PPE കിറ്റിന് സർക്കാർ നിശ്ചയിച്ചിരുന്ന വില. അത് ആ വിലയ്ക്കോ അല്ലെങ്കിൽ അതിനടുത്തോ വിലയ്ക്ക് PPE കിറ്റ് തരുന്ന കമ്പനികൾ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഉണ്ട് എന്ന് തെളിഞ്ഞുവല്ലോ ശ്രീ ഡോക്ടർ ബി ജയരാജ്. അവ ഉണ്ടായിട്ടുമാണ് ഈ കമ്പനികളിൽ നിന്ന് ഇത്രയും ഉയർന്ന വിലയ്ക്ക് PPE കിറ്റ് വാങ്ങിയത്. അപ്പോൾ അത് അഴിമതി അല്ലാതെ മറ്റെന്താണ്? അതിനെല്ലാം അസാധാരണ സാഹചര്യം എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അസാധാരണമായ സാഹചര്യം ഒന്നുമല്ല. ഏത് സാഹചര്യത്തിലാണ് അത്തരമൊരു തീരുമാനമെടുത്തതെന്ന് കൃത്യമായി മിനിറ്റ്സ് രേഖപ്പെടുത്തി തന്നെയാണ് ഈ പർച്ചേസ് ഓർഡർ ഒപ്പിട്ടിരിക്കുന്നത്. അല്ലാതെ ഒന്നും ചുമ്മാതെ ഒരു നടപടിക്രമവും ഇല്ലാതെ 2-3 പേരെടുത്ത് അന്ന് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയിൽ ഈ സാൻ ഫാർമ എന്നുള്ള പേര് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ആരോപണം വന്നതാണല്ലോ. സാൻ ഫാർമയുടെ പേര് പോലും ഇല്ലാതെ വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത മറുപടി അങ്ങനെയായിരുന്നുവല്ലോ. സാൻ ഫാർമയുടെ പേര് പോലും ഇല്ലായിരുന്നുവല്ലോ ശ്രീ എം കെ ഹരിദാസ്. അങ്ങനെ ഒരു കമ്പനിയെ കുറിച്ചിട്ടുള്ള ഞാൻ അങ്ങനെയാണ് ചോദിച്ചത്. സാൻ ഫാർമ കമ്പനിയുടെ മറ്റേ വെബ്സൈറ്റ് അഡ്രസ്സും അതുമാതിരി തന്നെ അവരുടെ രജിസ്റ്റേർഡ് ഓഫീസ് അഡ്രസ്സും വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇവിടെ ലഭ്യമല്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. മറുപടി തന്നിട്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ലഭ്യമല്ല എന്നുള്ളതാണ്. ഈ മറുപടി തന്നിരിക്കുന്നത് ആരാണെന്നുള്ളതാണ് ഏറ്റവും രസം. ആരോഗ്യവകുപ്പാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യവകുപ്പിന് ഇത്തരം ഒരു കമ്പനിയെ കുറിച്ചിട്ട് അറിയില്ല എന്ന് പറയുമ്പോൾ ഇത്തരം ഒരു കമ്പനി ഉണ്ട് എന്നും ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് എല്ലാവർക്കും വെബ്സൈറ്റ് വേണം അല്ലെങ്കിൽ അവർക്ക് ഇമെയിൽ ID വേണം എന്ന് പറയുന്നത് ഒരു ദുശ്ശാഠ്യമാണ് എന്നും പറഞ്ഞിട്ട് ഇതിനെ ലഘൂകരിക്കാൻ നോക്കരുത് ശ്രീ ജയരാജ്. പിന്നെ താങ്കൾ പറഞ്ഞു ഇത് അഴിമതി നടന്നിട്ടില്ലെന്ന് ബോധ്യമുണ്ട് എന്നുള്ള നിലയ്ക്കാണ് താങ്കൾ സംസാരിക്കുന്നത് എന്ന്. ഇത് അഴിമതി നടന്നു എന്ന് ബോധ്യമുള്ളവരെ അഴിമതി നടന്നിട്ടില്ലെന്ന് ബോധിപ്പിക്കാൻ വേണ്ട തെളിവുകളൊന്നും തന്നെ താങ്കൾ ഇവിടെ ഹാജരാക്കിയിട്ടില്ല. ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് അവതാരകൻ അക്കമിട്ട് നിരത്തുന്ന കാര്യങ്ങൾക്കൊന്നും താങ്കൾക്ക് മറുപടിയില്ല. ഈ ആരാണ് ഈ സാൻ ഫാർമ എന്ന കമ്പനിക്ക് ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരമില്ല. സാൻ ഫാർമയുടെ ഡീറ്റെയിൽസ് തപ്പിപ്പോയവർക്ക് കാണുന്നത് എന്തോ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന കമ്പനിയുടെയാണെന്ന് പറയുമ്പോൾ അതൊന്നും ഇതിന് നിലനിൽപ്പല്ല. ഞങ്ങൾ രണ്ടാമതും അധികാരത്തിലേറ്റിയത് ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ ഇട കഴിഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള അഴിമതി നടത്തിയതിന് ശേഷമാണ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ ജനം അധികാരത്തിൽ കയറ്റുന്നത് നമ്മൾ അവരുടെ ചില മാനദണ്ഡങ്ങൾ നോക്കിക്കൊണ്ടല്ല എന്നുള്ളത് അമേരിക്ക ലോക പോലീസ് ചമയുന്ന അമേരിക്കയിലെ ഒരു ആഭാസൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അമേരിക്കക്കാർക്ക് വിവരമില്ലാണ്ടാണോ? അത് സാഹചര്യം. ആ സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി. അതുമാതിരി തന്നെ UP-യിലെ യോഗി ആദിത്യനാഥിനെ രണ്ടാമത് അധികാരത്തിൽ കയറ്റിയത് അദ്ദേഹത്തിൻ്റെ ഭരണ മികവ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കുമോ? അത് ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. കാരണം ചില കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അധികാരം കിട്ടുക സ്വാഭാവികമാണ് എന്ന് പറയുന്നതിനോട് കൂടി തന്നെ പറയുകയാണ്. ഒരുപക്ഷെ മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അധികാരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിന് പരാജയം പ്രതിപക്ഷത്തിൻ്റെയാണ് എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ മഞ്ജുഷ എന്നോട് പറഞ്ഞത് എന്താ? നിയമ നടപടികൾക്ക് പോകുന്നുണ്ട്. നിയമ നടപടി നമ്മുടെ കോടതിയിലെ 10.52 കോടി രൂപയുടെ PPE കിറ്റിൻ്റെ ഒരു അഴിമതിയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൽ ആൾക്കാർ ശിക്ഷിക്കപ്പെടാനും അതിൽ കുറ്റവാളികൾ ആരാണെന്ന് പറയാനൊക്കെ എടുക്കുന്ന കാലതാമസം എത്രയാണ് മഞ്ജുഷേ? അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോളാർ കേസ് വന്നപ്പോൾ കൃത്യമായിട്ട് അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് നിയമപരമായി പോകുന്നതിനോടൊപ്പം തന്നെ ജനകീയ സമരങ്ങൾ നടത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടി കുറ്റക്കാരനാണ് സ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചതാണ് ഈ 100 മാസത്തെ ദുഷ്ഭരണം ഈ കേരളത്തിലെ ജനങ്ങൾ ചുമക്കാനുണ്ടായ സാഹചര്യം എന്നാണ് ഞാൻ വസന്തയെ പറഞ്ഞത്. അത് ഇന്ന് നിലനിൽക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ഐക്യം കൊണ്ട് ഞാനിപ്പോൾ അവസാനം ഈ ചർച്ച തുടങ്ങുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പ് AICCയുടെ ഒരു വാർത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുള്ള ഐക്യം അങ്ങേയറ്റം പരിതാപകരമാണ് എന്ന് പറഞ്ഞത് MK ഹരിദാസ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ 100 മാസത്തെ ഭരണത്തിലെ ശ്രീ ജയരാജ് ഒരു കാര്യം മനസ്സിലാക്കുക, 50 മാസവും കേരളം ഉണരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഴിമതി കഥകൾ കേട്ടുകൊണ്ടാണ്. ഭാഗ്യത്തിനൊരു പക്ഷേ അതിലെ ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ കാര്യത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്മാറേണ്ടി വന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാം തെളിയിക്കപ്പെടാതെ പോകുന്നത് എന്താണെന്നറിയോ? കക്കുന്നവന് നിൽക്കാനറിയാമെന്നുള്ളൊരു ചൊല്ലുണ്ട്. ഇത്തരത്തിലുള്ള തിരിമറികൾ നടത്തുമ്പോൾ അതിൻ്റെ തെളിവ് പൂർണ്ണമായും നശിപ്പിക്കപ്പെടാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കഴിഞ്ഞ കാല സംഭവങ്ങൾ ഒന്നൊന്നായി പറയാൻ മഞ്ജുഷ എന്നെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം.
അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കൊണ്ടുണ്ടായിട്ടുള്ള അഴിമതികൾക്കൊന്നും തന്നെ ഒരു അന്ത്യമുണ്ടായിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഞങ്ങളെ വീണ്ടും ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത് ഞങ്ങളുടെ സൽഭരണം കൊണ്ടാണ് എന്ന് പറയരുത്. 10.57 കോടി രൂപ നഷ്ടപ്പെടുത്തിയെങ്കിൽ താങ്കൾ ഇവിടെ പറയുന്നത് കേട്ടു, ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് റൂൾസ് നേരത്തെ വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള CAGക്ക് ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ലേ? BJP ഭരണത്തിൻ്റെ കീഴിൽ അവരെഴുതി കൊടുക്കുന്നതാണ് ഇവർ വായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം അഴിമതികളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനാണ് നിങ്ങളുടെ തയ്യാറെടുപ്പെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, കുറേ കാലം കുറേ പേരെ പറ്റിക്കാമെന്നല്ലാതെ എല്ലാ കാലത്തും എല്ലാവരും പറ്റിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. ശ്രീ ജയരാജ്, ജനങ്ങൾക്ക് അത്രയേറെ മടുത്തൊരു സാഹചര്യമാണ്. 95,000 രൂപ ഒരു ഡിസാസ്റ്റർ, അതായത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം മുതലെടുത്തവരാണ് നിങ്ങൾ എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ചൂരൽമല എന്ന് പറഞ്ഞ ദുരന്തത്തില് 95,000 രൂപ ഒരു ശവം സംസ്കരിക്കുന്നതിന് ചെലവ് വന്നു എന്ന് പറയുന്ന നുണക്കഥ പ്രചരിപ്പിക്കുന്ന അഴിമതി മണ്ടന്മാരല്ല കേരളത്തിൽ കോവിഡ് കാലത്ത് സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ അതിന് ജനങ്ങൾ നൽകിയ അംഗീകാരം എന്ന രീതിയിലാണ് 2021 വീണ്ടും അധികാരത്തിലേറിയതിനെ LDF കാണുന്നത്. അതിൽ ഈ CAG റിപ്പോർട്ട് ഏത് രീതിയിൽ ഒരു കളങ്കം ഉണ്ടാക്കും? ഈ CAG റിപ്പോർട്ടിനെ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ UPA സർക്കാരിനെതിരെ പോലും CAG റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. ശരിയാണ്, അന്ന് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടവരിൽ CPM ഉൾപ്പെടുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ എല്ലാ കാലത്തും CAG റിപ്പോർട്ടിനെ നിങ്ങൾ അംഗീകരിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങ് ഒരു കാര്യം അങ്ങ് പറഞ്ഞതുപോലെ കോവിഡിനെ പൊളിറ്റിക്കലി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു പാർട്ടിയാണ് CPM. അവർ ഏറ്റവും കൂടുതൽ കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി വന്നതിൽ ഏറ്റവും കൂടുതൽ അത് പരത്തുന്ന അതിന്റെ കാരണഭൂതമായ കാരണത്തോട് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരു പാർട്ടി CPM ആണ്. കാര്യം അവർക്ക് 2ാം ഘട്ടത്തിലും അധികാരത്തിൽ വരാൻ പറ്റി. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാണ് എന്ന് അങ്ങ് പറയരുത്, ഞാൻ അതിനെ ഡിഫെൻഡ് ചെയ്യും. കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകളിൽ ഒട്ടും പുറകിലല്ല, മരണത്തിൽ ഒട്ടും പുറകിലല്ല കേരളം. ഈ കഴിഞ്ഞ ദിവസവും റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഉള്ളത് കേരളത്തിലാണ് എന്ന്. അപ്പോൾ ടീച്ചർ അമ്മയേക്കാൾ മോശമാണ് ഇപ്പോഴത്തെ മറ്റേ നമ്മുടെ PR ഏജൻസി നടത്തുന്ന മറ്റേ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, ഈ കപ്പൽ ആടി ഉള്ളയുകയില്ല സാർ എന്ന് പറഞ്ഞ വീണ ജോർജ്, അവർ കൊള്ളില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ മതി. നോക്കൂ, ഇവരുടെ സമയത്ത് ആരാണ് നമ്മുടെ ഈ ശൈലജ ടീച്ചർ വടകരയെ മത്സരിക്കുന്ന സമയത്ത് CPMന്റെ പരമ്പരാഗതമായ PR ഏജൻസി ഒരു തറവാടുണ്ടല്ലോ, ആ തറവാട് ഒരു പാട്ട് പുറത്തു വിട്ടു. എന്താ പാട്ട്? ഇബിലീസിന്റെ പണിപ്പുരയിൽ പണിത്തിരക്കാണ്. ഇപ്പൊ ഈ റിപ്പോർട്ട് വെളിയിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഇബിലീസ് ശൈലജ ടീച്ചറാണെന്നും ആ ഇബിലീസ് നാട് മുഴുവൻ കടന്നുറങ്ങുമ്പോ നാട് മുഴുവൻ ഒരു മഹാമാരിയെ പേടിച്ച് വീട്ടിൽ അടച്ചിരിക്കുന്ന സമയത്ത് പണിത്തിരക്കിലിരുന്ന് കോടികൾ അടിച്ചു മാറ്റി എന്നുമാണ് മനസ്സിലാവുന്നത്. ജയരാജ് സാധാരണ ചർച്ചകളിൽ വളരെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ മിനിമം അവരുടെ സെൻട്രലിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂളുകളെ പോളിഷ് ചെയ്ത് വരുന്ന ആളാണ്. ഞാൻ നോക്കിയപ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം എന്നെ വ്യക്തിപരമായി അപമാനിച്ചു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പണി നിർത്തി വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. ഏത് VS അച്യുതാനന്ദനെ ഇവർ പണ്ട് വീട്ടിൽ പറഞ്ഞു വിട്ടായിരുന്നല്ലോ, അതുപോലെ. അതിനുശേഷം നോക്കിയപ്പോൾ ശ്രീജിത്ത് പണിക്കരെയും ഹരിദാസ് ഏട്ടനെയും ഒക്കെ അപമാനിക്കുകയാണ്. അതായത് പറയാനൊന്നുമില്ലെങ്കിൽ വ്യക്തിപരമായി അങ്ങ് ആക്രമിച്ചു കളഞ്ഞാൽ ചൂളിപ്പോകുന്നവരല്ല ഞങ്ങൾ ആരും. അതുകൊണ്ടാണ് അങ്ങനെ ചൂളിപ്പോകുന്നവർ പലരും AKG സെന്ററിൽ ഉള്ളത് കൊണ്ടാണ് പല അഴിമതിക്കഥയും വരുമ്പോൾ CPMന്റെ സ്വന്തം റെപ്രസെന്റേറ്റീവിനെ വിടാൻ പറ്റാതെ നിങ്ങളെപ്പോലുള്ള സഹയാത്രികരെ വിടേണ്ടി വരുന്നത്. അതാണ് അതിനുള്ള ഉത്തരം. ഇനി ശ്രീ ഡോക്ടർ ജയരാജോ CPMന്റെ ആരെങ്കിലും പറഞ്ഞാൽ മതി. എന്റെ ഒരു ചോദ്യം, നിങ്ങൾ പറയുന്നതിൽ ഒരു ന്യായമുണ്ട്. നമ്മൾ സാധാരണ വഴിയിൽ പോകുമ്പോൾ കാണുന്ന ഒരു ചായക്കടയിൽ നിന്ന് ചായ മേടിച്ചു കുടിക്കുന്നു, ആ ചായക്ക് 10 രൂപയായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് കൊള്ളാവുന്ന ഒരു AC റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിക്കുമ്പോൾ അതിന് 20 രൂപ കൊടുക്കേണ്ടി വരും, സമ്മതിച്ചു. പക്ഷെ ആ AC റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറി അവിടെ നിന്ന് ചായ കുടിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന കൂടുതൽ യൂട്ടിലിറ്റീസ് ഉണ്ട്. എന്താ? AC ഉണ്ട്, ഇരിക്കാൻ കസേരയുണ്ട്, എന്താണ് പറയുന്നത്, ഒരു അടച്ചു കെട്ടിയ സംവിധാനമുണ്ട്. some more utilities are added to the product. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? കോസ്റ്റ് കൂടും. അങ്ങനെ കോസ്റ്റ് കൂടുമ്പോൾ MRP വർദ്ധിക്കും. നിൽക്കൂ പറയട്ടെ, MRP വർദ്ധിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം അതാണ്, ഞാൻ നേരത്തെ ചോദിച്ചത്, നിങ്ങൾ ഈ പറയുന്ന അനിത സാൻസ്കോട്ടിൽ നിന്ന് മാർച്ച് 28-ാം തീയതി മേടിച്ച PPE കിറ്റിനേക്കാൾ എന്ത് യൂട്ടിലിറ്റി ആഡീഷൻ ആണ്
നിങ്ങൾ ഈ പറയുന്ന ഒരിടത്തും കേട്ടിട്ടില്ലാത്ത സൺഫാർമയോ ഇനി ചൊവ്വാഗ്രഹത്തിലുള്ള കമ്പനിയോ ഏതെങ്കിലും കമ്പനി ആവട്ടെ, ഇനി ആ കമ്പനി നിങ്ങളുടെ മാസപ്പടി നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന കമ്പനിയും ആവട്ടെ, ആ കമ്പനിയുടെ PP കിറ്റിന് ഉണ്ടായിരുന്നത് എന്നതൊന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. ഒന്ന്, അതാണ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്. രണ്ട്, നിങ്ങൾ പറയുന്നു ഒന്നാമത്തെ കമ്പനിയിൽ, അതായത് അനിത സ്കോട്ട് ആണല്ലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനി ആവട്ടെ, ആ കമ്പനിയുടെ ക്വാളിറ്റി നിലവാരം പോരാ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ കുറച്ചുകൂടി നല്ലൊരു കമ്പനിയിലേക്ക് പോയത്. നോക്കൂ, മാർച്ച് 28 അനിത സ്കോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു PP കിറ്റിന് നിങ്ങൾ ഓർഡർ കൊടുക്കുന്നത്. മാർച്ച് 30 അതിന്റെ 300 ഇരട്ടിക്ക് നിങ്ങൾ മറ്റേ കമ്പനിക്ക് കൊടുത്തു. 2 ദിവസത്തെ ഡിഫറൻസ്. ഈ അനിത സ്കോട്ട് അത് ഡെലിവറി ചെയ്തെങ്കിൽ പോലും അതിന്റെ കവർ പൊട്ടിക്കാനുള്ള സമയം പോലും ആർക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് 550 രൂപയുടെ കിറ്റ് പോരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്നത് പറഞ്ഞാലും മതി. കാരണം പറഞ്ഞിരുന്നത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ വിതരണം ചെയ്തില്ല എന്നുള്ളതാണ്. 18 ദിവസത്തെ കാലതാമസം. അത് CAG റിപ്പോർട്ടിൽ അത് പറയുന്നുമുണ്ട്. വിതരണ കാലയളവ് 50% സപ്ലൈ കിട്ടിയെങ്കിലും ഓർഡർ ചെയ്ത അളവിന്മേലുള്ള വിതരണം കുറവാണെന്ന കാരണം പറഞ്ഞ് സപ്ലൈ ഓർഡർ റദ്ദാക്കുകയാണ് ഉണ്ടായത് ഈ അനിത കോട്ടെക്സിന്റെ. പക്ഷേ അങ്ങനെ ഒരു വ്യവസ്ഥ NOI-ൽ KMSCL ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന സാൻ ഫാർമയ്ക്ക് അതിന് മുൻപ് തന്നെ ഓർഡർ കൊടുത്തിട്ടുമുണ്ട് ഈ 15,000 PP കിറ്റുകൾക്കുള്ളത്. അതും 1550 രൂപ പെർ കിറ്റിന് വെച്ച് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഈ ഓർഡർ ക്യാൻസൽ ചെയ്തത് അത് കഴിഞ്ഞുമാണ് ഈ പറയുന്ന അനിത കോട്ടെക്സിന്റെ. അപ്പോൾ ഇതെല്ലാം കൂടി ഇത് നേരത്തെ അത് ക്യാൻസൽ ചെയ്യുമായിരുന്നുള്ള മുൻ തീരുമാനപ്രകാരമാണോ ഈ കൂടിയ വിലയ്ക്ക് ഈ പറയുന്ന സാൻ ഫാർമയ്ക്ക് ഓർഡർ കൊടുത്തത്? ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ അതിൽ നിൽക്കുകയാണ്. ശ്രീ മഞ്ജുഷ്, സാൻ ഫാർമയും ലേറ്റ് ആയി ഇത് ഡെലിവറി ചെയ്യാൻ. അപ്പൊ അതുണ്ടായില്ല. മാത്രമല്ല അനിത സ്കോട്ട്സ് അടക്കമുള്ള പലർക്കും ഡെലിവറി ചെയ്തിട്ട് പോലും പണം കൊടുക്കാൻ വൈകിയപ്പോ ഇവർക്ക് നേരത്തെ മുൻകൂട്ടി പണം കൊടുത്തു. എന്തുകൊണ്ടാ? ഇന്ന് ആ കമ്പനി ഏതാണെന്നൊന്ന് പറയാൻ അതിനുള്ള മര്യാദയെങ്കിലും കാണിക്കണ്ടേ? ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഏതോ ഒരു മെന്ററിന്റെ കമ്പനി ഉണ്ടായിരുന്നു. ആദ്യം മെന്ററിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, പിന്നീട് മെന്ററിന്റെ ഫോട്ടോ പോയിട്ട് മെന്ററിന്റെ കുഞ്ഞമ്മയുടെ ഫോട്ടോ വന്നു, പിന്നെ കുഞ്ഞമ്മ പോയി കുഞ്ഞച്ചൻ വന്നു, അങ്ങനെ അവസാനം ആ വെബ്സൈറ്റ് തന്നെ ഇല്ലാതായി. നമ്മൾ കണ്ടാണല്ലോ. അതുപോലെ നിങ്ങൾക്ക് നിലവിലെ കമ്പനി ഉണ്ടോ എന്ന് പറയാനുള്ള ഒരു മര്യാദകൾ കാണിക്കണേ. ഇത് മറ്റൊരു വലിയ കുംഭകോണമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് അങ്ങോ നേരത്തെ പറഞ്ഞവരെ സൂചിപ്പിക്കുന്ന പോലെ വെറും 10 കോടിയിലും PP കിറ്റിലും നിലകൊള്ളുന്ന കുംഭകോണമല്ല. കോവിഡ് കാലത്ത് ഈ സർക്കാർ പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനെ മുൻനിർത്തി ഒരു മഹാമാരിയുടെ മുനമ്പിൽ നിർത്തി ഇവിടെയുള്ള എല്ലാവരെയും ഭീഷണിപ്പെടുത്തി. ഈ ദുരന്ത കാലത്ത് രാഷ്ട്രീയം പറയരുതെന്ന് ഈ പ്രതിപക്ഷത്തെ അടക്കം ധാർമ്മികതയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് രാത്രിക്ക് രാത്രി കൊള്ള നടത്തി കൊണ്ടുപോയത് മിനിമം 1000 കോടി രൂപയുടെ അഴിമതിയാണ്. അതിൽ PP കിറ്റ് പെടും, അതിൽ മാസ്ക് പെടും, റെഫ്രിജറേറ്റർ പെടും, അതിൽ നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരുടെ പേരിൽ എഴുതിയെടുത്ത പണം വരെ പെടും. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇത് ഏറ്റവും വലിയ ഒരു ഇതാണ് ഏറ്റവും അധികം മറുപടി പറയേണ്ട ഒരു കാര്യവും ഇങ്ങനെ തന്നെയാണ്. ഈ അനിത ടെക്സ്കോട്ട് എന്ന കമ്പനിക്ക് ഓർഡർ കൊടുത്തിട്ട് അത് റദ്ദാക്കിയത്, അതിന് കാരണം എന്താണ്? അത് പറയുന്ന കാരണം എന്ന് പറയുന്നത് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ഓർഡർ എന്നുള്ള ആ ഒരു നിഷ്കർഷ അത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒന്നും അവരോട് ആവശ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതുമാത്രമല്ല, 2 ദിവസത്തെ ഇടവേളയിലാണ് അനിത ടെക്സ്കോട്ടിനും അതുപോലെ സാൻ ഫാർമയ്ക്കും ഈ ഓർഡറുകൾ നൽകിയിട്ടുള്ളത്. അനിത ടെക്സ്കോട്ടിന് 28 മാർച്ച് 2020-നും സാൻ ഫാർമയ്ക്ക് 30/3/2020-നും, അതായത് മാർച്ച് 30 2 ദിവസത്തിന് ശേഷവുമാണ്. 25,000 PP കിറ്റുകൾ വാങ്ങുന്നതിനാണ് അനിത ടെക്സ്കോട്ടിന് ആദ്യം ഓർഡർ നൽകിയത്. പക്ഷേ അത് പിന്നീട് റദ്ദാക്കുകയായിരുന്നു. ഏപ്രിൽ 15-ന് റദ്ദാക്കി അത് 10,000 ആക്കി കുറച്ചു. ആ 15,000 നേരത്തെ തന്നെ ഈ സാൻ ഫാർമയ്ക്ക് ഓർഡറായിട്ട് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ശ്രീത് പണിക്കർ, ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാൻ ബാക്കി കിടക്കുകയാണല്ലോ. അതിനെല്ലാം ഒറ്റ മറുപടി ഒതുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 1, ഗുണനിലവാരം; 2, അസാധാരണമായ സാഹചര്യം; പിന്നെ കൃത്യമായ ഇടവേളകളിൽ ഈ പറയുന്ന PP കിറ്റുകൾ കിട്ടിക്കൊണ്ടേയിരിക്കണമായിരുന്നു. അത് കിട്ടുന്നതിനുള്ള അത് നൽകാൻ പര്യാപ്തമായ കമ്പനിയിൽ നിന്നാണ് ഈ ഓർഡർ എടുത്തിട്ടുള്ളത് എന്ന മറുപടിയും. പക്ഷേ ഇതൊന്നും വിലപ്പോവില്ല എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷേ കൂടുതലായിട്ടൊന്നും സംഭവിക്കാനും പോകുന്നില്ല. ഇതിലൊരു അന്വേഷണമോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. CBI അന്വേഷണം വേണമെന്ന് അല്പസമയം മുമ്പ് ശ്രീ V. മുരളീധരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നതായി കാണുന്നില്ലല്ലോ. അങ്ങനെ ഉണ്ടാകുവാനുള്ള സാധ്യതയുമില്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ മലർന്നു കിടന്ന് മുകളിലേക്ക് തുപ്പാനുള്ള ഒരു സാധ്യത ഈ വിഷയത്തിൽ മറ്റു പല വിഷയങ്ങളിലും എന്നതുപോലെ തന്നെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസി ഇടപെടുക എന്നുള്ളത് മറ്റേതെങ്കിലും ഒരു വഴിയിൽ വന്നെങ്കിൽ മാത്രമേ
നടക്കുകയുള്ളൂ. അല്ലാതെ പണ്ട് നീട്ടിപ്പിടിച്ച് കത്തയച്ചതുപോലെ ഇവിടെ എല്ലാ ഏജൻസികളും വന്ന് കോർഡിനേറ്റഡ് ആയിട്ടുള്ള എൻക്വയറി നടത്തിക്കോളൂ, സ്വർണ്ണക്കടത്തിൽ ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ല എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു സമീപനം ഇതിൽ സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. കാരണം CAGയുടെ റിപ്പോർട്ട് കേവലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രഭു എഴുതി കൊടുത്തതിനെ അതേപടി റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇത് കണക്ക് സഹിതമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ അവിടെ ഏതെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വിശദീകരണം ആരാഞ്ഞതിന് ശേഷം ആ വിശദീകരണം അടക്കം ഉൾപ്പെടുത്തിയിട്ടാണ് CAG റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ സർക്കാർ പറഞ്ഞതിന് ശേഷവും അതിലെ പൊരുത്തക്കേടുകൾ എന്തൊക്കെയാണ് എന്ന് കണക്ക് സഹിതമാണ് പറയുന്നത്. അതായത് 2020 ഏപ്രിൽ മാസം ഏതാണ്ട് പകുതിയാകുന്നതോടുകൂടി ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം PPE കിറ്റുകൾ വാങ്ങിച്ചപ്പോൾ തന്നെ 10 കോടിയിലധികം രൂപ എക്സസ് ആയിട്ട് നൽകേണ്ടി വന്നു എന്നതാണ് പ്രശ്നം. ഇനി കോവിഡിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണല്ലോ ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇതെല്ലാം തന്നെ ഒരു PR ആക്ടിവിറ്റിയുടെ ഭാഗമായിരുന്നു. ഇന്നും ഇവരെല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേ PR ആക്ടിവിറ്റിയാണ്. പക്ഷേ ഈ 2 ദിവസം മുമ്പ് ഞാൻ വായിച്ച ഒരു വാർത്ത, ഈ കഴിഞ്ഞ വർഷവും അതായത് 2024 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് മരണം ഉണ്ടായിരിക്കുന്നത് കേരളത്തിലാണ് എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നമ്പർ 1 കണ്ടെയ്ൻമെന്റ് മോഡലാണ്, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞ് ലോക്കലായിട്ടുള്ള മാഗസിനുകളിൽ ഉൾപ്പെടെ പിന്നീട് അങ്ങ് വാഷിംഗ്ടൺ പോസ്റ്റിൽ ഉൾപ്പെടെ നമ്മൾ എല്ലായിടത്തും ആർട്ടിക്കിൾ എഴുതുകയും നിരവധി അവാർഡുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇതിനെ ഒരു PR സ്റ്റണ്ട് ആക്കി മാറ്റാനായിട്ട് നമ്മൾ ശ്രമിച്ചു. എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണ്? നമ്മൾ ഇതെല്ലാം തന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ്, രാഷ്ട്രീയക്കാർ എഴുതി കൊടുത്തിരിക്കുന്നതിനെ CAG റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന്. ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി മഞ്ജുഷ്. നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്, നിയമസഭയിൽ നമ്മുടെ നാട്ടിലുള്ള ദൃശ്യമാധ്യമങ്ങൾക്ക് അവിടെ ചിത്രീകരിക്കാനുള്ള അവകാശം നൽകിയിരുന്ന ഒരു കാലത്ത് അവിടെ കയ്യാങ്കളി നടക്കുന്നു. ആ കയ്യാങ്കളിയുടെ വീഡിയോ ദൃശ്യങ്ങൾ തത്സമയം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ദൃശ്യമാധ്യമങ്ങളും കാണിച്ചതാണ്. പക്ഷെ പിന്നീട് നമ്മുടെ നാട്ടിൽ അന്ന് ഇതിൽ ഉൾപ്പെട്ടിരുന്ന CPM നേതാക്കളെല്ലാം കോടതിയിലടക്കം പോയി പറഞ്ഞത് എന്താണ്? ഈ കാണുന്ന ദൃശ്യങ്ങളൊന്നും തന്നെ ശരിയായ ദൃശ്യങ്ങളല്ല. നമ്മൾ പിന്നീട് ഈ മലക്കോട്ടൈ വാലിബനിലാണെന്ന് തോന്നുന്നു ഒരു ഡയലോഗ് കേട്ടിരുന്നു, ഇതുവരെ കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകുന്നത് നിജം എന്ന് പറയുന്നത് പോലെയുള്ള സിനിമാ ഡയലോഗുകൾ അവിടെ പറഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കണ്ടിരിക്കുന്ന, വിവിധ മാധ്യമങ്ങൾ എടുത്തിരിക്കുന്ന, വിവിധ ക്യാമറകൾ കണ്ട ദൃശ്യങ്ങൾ പോലും ഇല്ല എന്ന് CPMകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണക്കുകളൊക്കെ കാണുന്ന സമയത്ത് ഇതെല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് ശ്രീ ജയരാജ് അല്പമെങ്കിലും ന്യായീകരിക്കേണ്ടതല്ലേ? അപ്പൊ ആ ഒരു ഭാഗം മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. ആത്മാർത്ഥമായിട്ട് CPMകാർ അവരുടെ വിഷയം എങ്ങനെയാണോ കൈകാര്യം ചെയ്തത്, അതേപോലെ CPMന്റെ സഹയാത്രികനായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ മുന്നിലുള്ള ഡേറ്റയെ മിസ്റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇതെല്ലാം പോയി, ഇതെല്ലാം നിങ്ങളുടെ വ്യാജമായിട്ടുള്ള നിർമ്മിതി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഈ റെട്ടറിക് അല്ലാതെ ശരിയായ വിശദീകരണം നൽകാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ? നമ്മുടെ ഇത് വലിയ പ്രധാനപ്പെട്ട മാതൃകയാണ്, നമ്മൾ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു. കോവിഡിന്റെ ആ സമയം അസാധാരണമായിരുന്നു, അസാധാരണമായ സമയത്ത് അവിടെ മുന്നണി പോരാളികളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഇതിന്റെ ഗുണനിലവാരം നിങ്ങൾ ഒരു പുതിയ കമ്പനിയുടേത് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടില്ല എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ബ്രാൻഡിൽ നിന്നല്ല ഇത് പ്രൊക്യൂർ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഗുണനിലവാരം നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല എങ്കിൽ ശരി, കിട്ടുന്നിടത്ത് നിന്ന് കിട്ടട്ടെ, തോന്നുന്നത് പോലെ പണമെടുത്ത് വീശ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിന് അഴിമതി എന്നല്ലാതെ മറ്റെന്ത് പേരിട്ടാണ് അതിനെ വിളിക്കുക? ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അന്ന് കുറഞ്ഞ വിലയ്ക്ക് നൽകുവാൻ തയ്യാറായി അതിനകം തന്നെ PPE കിറ്റുകൾ നൽകുന്ന കമ്പനികൾ ഉള്ള സമയത്തും എന്തുകൊണ്ടാണ് ഈ ഗുണനിലവാരം പോലും പരിശോധിക്കാതെ പരിചയസമ്പന്നരായ കമ്പനി പോലും അല്ലാതിരുന്നിട്ടും അവരിൽ നിന്ന് ഇത്രയും ഉയർന്ന വിലയ്ക്ക് PPE കിറ്റുകൾ വാങ്ങിയത്? മറുപടി പറയേണ്ടത് സർക്കാർ തന്നെയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. PPE കിറ്റ് അഴിമതിയിൽ KK ശൈലജയ്ക്ക് പങ്കുണ്ടെന്ന് 74% പ്രേക്ഷകർ, ഇല്ല എന്ന് 21%. അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.